കമ്മ്യൂണിറ്റി ഉണ്ട്, ഡി ട്രാൻസിഷനേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി. അവർക്ക് അവരുടെ പഴയ ജെൻഡറിലോട്ട് പോകണം. 13-14 വയസ്സിൽ ഡബിൾ മാസ്റ്റക്ടമി ചെയ്തൊരു 14 വയസ്സിൽ അതെങ്ങനെ അലൗ ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളുടെ ഒപ്പം തന്നെ ഇതുപോലെ മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ട ധാരാളം പേര് ആ ഗ്രൂപ്പിൽ. ഞങ്ങളെ ടീനേജിൽ പ്യൂബർട്ടിയിൽ അങ്ങനെ ഓരോന്നും പറയും. അതിന് മുഴുവൻ തലയാട്ടി കൊടുക്കുന്നത് എന്തിനാ? എനിക്കുണ്ടല്ലോ മുഖത്തിനൊരു അടി കിട്ടിയല്ലേ പോയി. ശരിയാണല്ലോ, അതെന്തുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ അഫേം ചെയ്ത് കൊടുക്കണം? ആൺകുട്ടികൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവരെന്താണ് മാച്ചോയിസം എന്ന് കണ്ടത്, അവരെന്താണ് മാൻലിനെസ് എന്ന് കണ്ടത്, അവരെന്താണ് മാസ്കുലിനിറ്റി എന്ന് കണ്ടത്. മീശ പിരിക്കലോ, ഒരു പെണ്ണിനെ സ്ലാപ്പ് ചെയ്യലോ, സ്റ്റോക്ക് ചെയ്യലോ. നമുക്ക് എന്താ ലവ് എന്ന് എങ്ങനെ നമ്മൾ പഠിച്ചത്? എന്താ റൊമാൻസ് എന്താ പഠിച്ചത്? ബൊക്കെ കൊടുക്കലാണോ റൊമാൻസ്? ലവ് യു പറഞ്ഞുകൊണ്ടിരിക്കലാണോ റൊമാൻസ്? ഇപ്പൊ ലവ് ബ്രേക്കപ്പ് ആവുക വെച്ചാൽ എല്ലാ പാട്ടും ഭയങ്കര ബോറല്ലേ? അവ എന്നെ തേടി വന്ന അഞ്ചല, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പൊണ്ണ് തേച്ചിട്ട് പോയി, അതാ ഇതാ. ഒരു റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ സൊസൈറ്റിക്ക്? നിങ്ങളിത് 24 hour. നിങ്ങൾ രാവിലെ എണീക്കുന്നു, ടെസ്റ്റോസ്റ്ററോൺ സ്പൈക്ക് ഉണ്ട്, ഈവനിങ് 3-4 മണിയുടെ ഇറ്റ് ഗോസ് ഡൗൺ, യു ഗോ ഫോർ സ്ലീപ്പ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പ് ആൻഡ് റെഡി. ഞങ്ങളുടെ 28 ഡേ. അതുകൊണ്ടാണ് ത്രൂ ഔട്ട് ദ മന്ത് വി ആർ വെരി ഡിഫറെന്റ് പീപ്പിൾ. എന്താ വേണ്ടേ? സുഖാണോ? അതൊക്കെ ഈസ്ട്രജനാ. PMS ഈവിളാവാൻ തുടങ്ങും. I'm angry, I'm broody, there's a lot of mood swings. അവിടെ ഓരോരോ മുഖങ്ങളാണ് നിങ്ങൾ കാണുന്നത്. ബോഡി വിൽ നെവർ ലൈ. ബ്രെയിൻ ക്യാൻ സ്റ്റിൽ കൺഫ്യൂസ് യു വിത്ത് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. അത് കുറേ കച്ചറ കിടപ്പുണ്ടകത്ത്. അമ്മയും അച്ഛനും പറഞ്ഞ കാര്യം, സൊസൈറ്റി പറഞ്ഞ കാര്യം, സിനിമയിൽ നിന്ന് കേട്ട കാര്യം. ഇതിന് പക്ഷെ ഒറ്റ സത്യമുള്ളൂ, ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെ അല്ല. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും ഒരു ഹോട്ട് ടോപ്പിക് ആയിട്ടുള്ളത് സെക്ഷൽ ഓറിയന്റേഷൻ, സെക്ഷൽ ഐഡന്റിറ്റി. ദേ ഡോണ്ട് നോ ഹൂ ദേ ആർ. അങ്ങനെയുള്ള കുട്ടികളെ ഹാൻഡിൽ ചെയ്യാൻ where do you draw the line? How do you give the correct information? What is the right information? സോ ഇതൊരു ഭയങ്കര ഒരു ഗ്രേ ഏരിയ ആണ്. കുറേ വെസ്റ്റേൺ ഇൻഫ്ലുവൻസും ഉണ്ട് ഇതിലൊക്കെ. നമ്മുടെ പേരൻസ്, ഞാൻ ആദ്യം പറഞ്ഞ ആ വേർഡ് ഡിസേൺമെന്റ് യൂസ് ചെയ്യേണ്ട ഒരു സ്ഥലമാണ്. ന്യൂആൻസസ് എന്താണെന്ന് മനസ്സിലാക്കുക, ഗ്രേ ഏരിയാസ് എന്താണെന്ന് മനസ്സിലാക്കുക, അണ്ടർലൈങ് ലേയേഴ്സ് എന്താണെന്ന് മനസ്സിലാക്കുക. സോ ഞാൻ സെക്സ് എഡ്യൂക്കേറ്ററായിട്ട് ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു ജിഞ്ചർ ബ്രെഡ് മാൻ എന്ന് പറഞ്ഞൊരു ഇമേജ് ഉണ്ടായിരുന്നു. ആ ഇമേജിനകത്ത് ജെൻഡർ ഐഡന്റിറ്റി എന്താണ്, സെക്ഷൽ ഓറിയന്റേഷൻസ് എന്താണ്, അങ്ങനെയുള്ളൊരു കാര്യങ്ങൾ ഡെപ്പിക്റ്റ് ചെയ്തൊരു കാർട്ടൂൺ ഇമേജ് ആയിരുന്നു. അപ്പോൾ അതൊക്കെയാണ് കണ്ട് ഞാൻ ഫോളോ ചെയ്തത്. അല്ല എൻ്റെ കോഴ്സിൽ പഠിപ്പിച്ചൊന്നും ആ രീതിയിലുള്ള കാര്യങ്ങളാണ്. പക്ഷെ അതിനകത്തെ ഡീപ്പർ ലേയേഴ്സ് അറിയാൻ എനിക്ക് ഒത്തിരി നാളത്തെ പ്രാക്ടീസ് വേണ്ടി വന്നു. സോ ഞാനൊരു ഫ്യൂ ഇയേഴ്സ് പ്രാക്ടീസ് ചെയ്തതിന് ശേഷമാണ് അറിയാൻ സാധിച്ചത്, ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി മെമ്പർ, ഒരു LGBT കമ്മ്യൂണിറ്റിയിലുള്ള ഒരു മെമ്പർ സർജറി ഒക്കെ കഴിഞ്ഞു, എന്നാലും ജെൻഡർ ഡിസ്ഫോറിയയ്ക്ക് കൗൺസിലിങ്ങിന് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇഫ് ദ പ്രോബ്ലം ഇസ് നോട്ട് ഇൻ ദ ബോഡി, ദെൻ വൈ ഇസ് ദ സർജറി നോട്ട് ഫിക്സിങ് ഇറ്റ് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വന്നു. അപ്പം ഇവർക്ക് മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂ ഉണ്ട് എന്നറിഞ്ഞും സർജറി ചെയ്യുന്നതുകൊണ്ട് എന്താണ് അപ്പോൾ ബെനിഫിറ്റ്? ദേ ആർ സ്റ്റിൽ ഡിസ്ഫോറിക്, ദേ ആർ സ്റ്റിൽ നോട്ട് ഓക്കെ വിത്ത് ദർ ജെൻഡർ. അതും ഇനി കുറേ നാൾ കൗൺസിലിംഗ് പോയി കഴിയുമ്പോൾ അതങ്ങ് ശരിയാവുമോ? അത് കുറേ നാൾ കൗൺസിലിംഗ് പോയതിന് ശേഷം സർജറി ചെയ്താൽ മതിയായിരുന്നോ? അങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ എനിക്ക് തന്നെ വരാൻ തുടങ്ങി. അങ്ങനെയുള്ളപ്പോൾ ഞാൻ അതിനകത്തോട്ട് കുറച്ച് ഡീപ്പായിട്ട് ഇറങ്ങാൻ തുടങ്ങി. മാറ്റ് വാൾഷിൻ്റെ വാട്ട് ഇസ് എ വുമൺ എന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററി കണ്ടു. ജെൻഡർ റീഅസൈൻമെൻറ്റ് സർജറിക്ക് ശേഷം അൺഹാപ്പി ആയിട്ടുള്ള കുറേ യങ്സ്റ്റേഴ്സിൻ്റെ ടെസ്റ്റിമോണിയൽസും ഫീഡ്ബാക്സും വീഡിയോസും ഒക്കെ കാണാനിടയായി. അവർക്കൊരു കമ്മ്യൂണിറ്റി ഉണ്ട്, ഡി ട്രാൻസിഷനേഴ്സ് എന്ന് പറഞ്ഞ ഒരു കമ്മ്യൂണിറ്റി. അവർക്ക് അവരുടെ പഴയ ജെൻഡറിലോട്ട് പോകണം. ആ കമ്മ്യൂണിറ്റിയിലെ ഏറ്റവും മുൻപന്തിയിൽ ആക്ടിവിസത്തിന് നിൽക്കുന്ന ഒരു കുട്ടിയുടെ പേരാണ് ക്ലോയി. അവളുടെ ഇൻ്റർവ്യൂസ് 13-14 വയസ്സിൽ ഡബിൾ മാസ്റ്റക്ടമി ചെയ്തൊരു ആളാണ്. ഇന്ന് 32 വയസ്സുണ്ട്. 14 വയസ്സിൽ അതെങ്ങനെ അലൗ ചെയ്തു എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. അവളുടെ ഒപ്പം തന്നെ ഇതുപോലെ മ്യൂട്ടിലേറ്റ് ചെയ്യപ്പെട്ട ധാരാളം പേര് ആ ഗ്രൂപ്പിൽ. അവർക്കൊക്കെ ഇങ്ങനെ ദേഷ്യമാണ്, ഇതെന്താ ഇത്, ഞങ്ങളിപ്പോൾ എന്താ ചെയ്യണ്ടേ? അവളുടെ സൗണ്ടൊക്കെ മെയിൽ സൗണ്ടാണ്, കാരണം ഹോർമോൺ റീപ്ലേസ്മെൻ്റ് ഒക്കെ അണ്ടർഗോ ചെയ്തിട്ടുണ്ട് ഈ കുട്ടി. സർജറി അണ്ടർഗോ ചെയ്തു, ഇത് അണ്ടർഗോ ചെയ്തു, ബോട്ടം സർജറി ചെയ്തിട്ടില്ല. പക്ഷെ അവൾ പറയുന്നത് എനിക്ക് ഇന്ന് കല്യാണം കഴിച്ച് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്, ഞാൻ എങ്ങനെ ബ്രസ്റ്റ് ഫീഡ് ചെയ്യും എന്നാണ് ചോദിക്കുന്നത്. പ്രസ് റിപ്പോർട്ടർ ചോദിക്കുവാണ്, ഇന്നുള്ള അഡൾട്ട്സിനോട് അല്ലെ പേരൻസിനോട് എന്താണ് പറയാനുള്ളത് ക്ലോയ്ക്കും ചോദിക്കുമ്പോൾ അവളൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഞങ്ങളെ ടീനേജിൽ പ്യൂബർട്ടിയിൽ അങ്ങനെ ഓരോന്നും പറയും, അതിന് മുഴുവൻ തലയാട്ടി കൊടുക്കുന്നത് എന്തിനാ? എനിക്കുണ്ടല്ലോ മുഖത്തിനൊരു അടി കിട്ടിയല്ലേ പോയി. ശരിയാണല്ലോ, അതെന്തുകൊണ്ട് നമ്മളെല്ലാം ഇങ്ങനെ അഫേം ചെയ്ത് കൊടുക്കണം? കാരണം ചിലരുടെ കാര്യത്തിൽ അവരങ്ങനെ ആയിരിക്കില്ല, ഒരു ബ്രീഫ് പീരീഡ് ഓഫ് കൺഫ്യൂഷൻ ആയിരിക്കാം.
സോ അങ്ങനെ വന്ന് ഞാൻ അതിനകത്തോട് കൂടുതൽ വായിക്കാനും എടുക്കാനും തുടങ്ങിയപ്പോഴാണ് പ്യൂബർട്ടി ബ്ലോക്കിംഗ് ഇപ്പം നമുക്ക് പഠിപ്പിച്ചു തരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ സപ്പോസ് ഒരു ആള് ട്രാൻസ് ആണെന്നുള്ള തോന്നലുണ്ട്, അല്ലെങ്കിൽ ഞാൻ ബോയ് അല്ല ഗേൾ അല്ല ബോയ് ആണെന്നുള്ള തോന്നലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്യൂബർട്ടിയുടെ സമയത്ത് തന്നെ പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് കൊടുക്കുന്നു. പ്യൂബർട്ടി ബ്ലോക്കേഴ്സ് കൊടുത്തതിന് ശേഷം ഹോർമോൺ റീപ്ലേസ്മെന്റ് ചെയ്യുന്നു. അത് കഴിഞ്ഞ് സോഷ്യൽ ട്രാൻസിഷനിങ്, പേര് മാറ്റുന്നു. അത് കഴിഞ്ഞിട്ട് സർജറി. ഏത് ഏജിലാണോ അവരുടെ കൺട്രിയിൽ അത് ലീഗലോ ആ സമയത്ത് അത് ചെയ്യുന്നു. ആദ്യം ടോപ്പ് സർജറി ചെയ്യുന്നു, പിന്നീട് ആവശ്യമുണ്ടെങ്കിൽ ബോട്ടം സർജറി. ഇങ്ങനെ ഒരു പാറ്റേൺ ആണ് ഇത് ഫോളോ ചെയ്യുന്നത്. ഞാൻ വെസ്റ്റേൺ കൺട്രീസിന് ഇതാണ് പറയുന്നത്. നമ്മുടെ ഇതിൽ എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാനിത് റിസർച്ച് ഇത് മുഴുവൻ വെസ്റ്റേൺ ആളുകളുടെ കഥകളി വെച്ചാണ്. അപ്പോൾ അതിൽ നിന്നും എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് ഈ പ്യൂബർട്ടി ബ്ലോക്കറായിട്ട് കൊടുക്കുന്ന ഡ്രഗ് പോലും, ലൂപ്രോൺ പോലത്തെ ഡ്രഗുകൾ പോലും ശരിക്കും അതിനെ പറയുന്നത് കെമിക്കൽ കാസ്ട്രേഷൻ ഡ്രഗ്സ് എന്നൊക്കെയാണ് പറയുന്നത്. ഈ പ്രിസൻസിൽ പീഡോഫൈൽസിനും റേപ്പിസ്റ്റുകൾക്കൊക്കെ അവരെ ഇൻഫെർട്ടൈൽ ആക്കാനൊക്കെ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് ഈ പ്യൂബർട്ടി ബ്ലോക്കിംഗ് ഡ്രഗ്സ്. അത്ര അറിയില്ല, എനിക്കിതൊക്കെയാണ് അറിയാൻ സാധിച്ചത്. ഞാൻ കേട്ടതും എൻഡോക്രൈനോളജിസ്റ്റുകളൊക്കെ പറയുന്നത് തന്നെയാണ്. മിറിയം ഗ്രോസ്മനെ പോലത്തെ സൈക്യാട്രിസ്റ്റുകളെ കുറിച്ച് സംസാരിക്കുന്നതാണ്. ഞാൻ ആധികാരികമായിട്ടുള്ള ഇതിൽ നിന്ന് തന്നെയാണ് ഇപ്പോൾ ഇത് കളക്ട് ചെയ്യുന്നത്. പിന്നീട് ഐ ഓൾസോ റെഡ് എ സ്റ്റഡി, സ്വീഡിഷ് സ്റ്റഡി എങ്ങാണ്ടാന്ന് തോന്നുന്നു, ഒരു സർജറിക്ക് ശേഷം ഒരു 10 കൊല്ലത്തിന് ശേഷം സൂയിസൈഡൽ ഐഡിയേഷൻ വരുന്ന ആളുകൾ. സോ ഇമ്മീഡിയറ്റ് ആയിരിക്കില്ല ചിലപ്പം അവരുടെ റെസ്പോൺസ് ടു ദ സർജറി, ക്യാൻ ബി വെരി ഡിലേഡ്. അപ്പം നമ്മൾ എടുത്തു ചാടുകയാണോ? കാരണം ഇത് ഇറിവേഴ്സിബിൾ ആണേ, സർജിക്കലി ഒക്കെ പോവാന്ന് പറയുമ്പോൾ. അല്ലെന്നുണ്ടെങ്കിൽ ആ ടീനേജ് ഫേസ് തീരാനായിട്ട് വെയിറ്റ് ചെയ്യുക. ആ സമയത്ത് നിനക്കിപ്പോൾ എന്താ മുടി ഷോർട്ടായിട്ട് വെക്കണോ, ഷോർട്ടാക്കിക്കോ. കാരണം അതിനൊന്നും പ്രശ്നമില്ലല്ലോ നമുക്ക്. നിനക്ക് ബോയിഷ് ക്ലോത്ത്സ് ഇട്ട്, ചിലപ്പോൾ ഒരു ടോം ബോയിഷ് ഗേൾ ആണെങ്കിലോ. അങ്ങനെയുള്ള കുട്ടികളുണ്ടല്ലോ നമ്മുടെ കൂട്ടത്തിൽ. കുറെ കൂടെ ഫെമിനിൻ ക്വാളിറ്റീസ് ഉള്ള ആൺകുട്ടികളുണ്ടല്ലോ. സ്പോർട്സൊന്നും താല്പര്യമില്ല, കുറച്ച് ആർട്ടിസ്റ്റിക് ആയിരിക്കാം, കുറച്ച് ഫാൻസി ആയിട്ടുള്ള ജ്വല്ലറി ഒക്കെ ഇടാൻ താല്പര്യമുള്ള ആളുകളായിരിക്കാം. യു ഡു ദാറ്റ്. അപ്പോൾ ജെൻഡർ എക്സ്പ്രഷൻ ഒരു സ്പേസ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്കിവിടെ സർജറികൾ കുറയ്ക്കാൻ പറ്റുമോ? എല്ലാവരെയും അവരുടെ ട്രൂ സെൽഫിന് നമ്മളങ്ങ് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സൊസൈറ്റി ആണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇങ്ങനത്തെ ഇറിവേഴ്സിബിൾ മെഡിക്കൽ ഡിസിഷൻസിനെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുമായിരിക്കുമോ എന്നുള്ള തോട്ട്സിലൊക്കെ പോയി. അപ്പം ഇതിൻ്റെ പുറകിൽ കുറേ ലെയേഴ്സ് ഉണ്ട്, ചില പ്രൊപ്പഗാൻഡകളുണ്ട്. അതിൻ്റെ ഡീപ്പർ ലെയേഴ്സ് പേരൻസ് മനസ്സിലാക്കുക എന്നുള്ളതാണ്. കാരണം നാളെ നമ്മുടെ ടീനേജർ വന്ന് എനിക്ക് ബോയ് അല്ല ഗേൾ അല്ല ബോയ് ആണെന്ന് തോന്നുമ്പോൾ ആണോ എങ്കിൽ ഓക്കെ ട്രാൻസ് ആയിരിക്കും സർജറി, അങ്ങനെ ഒരു രീതിയിലോട്ട് നമ്മൾ പോകേണ്ട കാര്യമില്ല. അങ്ങനെയുള്ള സമയങ്ങളിൽ ടേക്ക് പ്രൊഫഷണൽ ഹെൽപ്പ്, ടോക്ക് ടു എ മെൻ്റൽ ഹെൽത്ത് പ്രൊഫഷണൽ ഹൂസ് അവെയർ ഓഫ് അണ്ടർലൈങ് ഇഷ്യൂസ് ഓൾസോ. എന്തുകൊണ്ട് ആ കൺഫ്യൂഷൻ തോന്നുന്നു, അണ്ടർലൈങ് ട്രോമ എന്തെങ്കിലും ഉണ്ടോ? ദർ ആർ ഓൾസോ കപ്പിൾ ഓഫ് സ്റ്റഡീസ് ദാറ്റ് സേ ന്യൂറോ ഡൈവേർജൻ്റ് ആയിട്ടുള്ള ആളുകളിൽ ജെൻഡർ കൺഫ്യൂഷൻസ് ഉണ്ടെന്നുള്ള സ്റ്റഡീസ് ഉണ്ട്. എന്ന് വെച്ചാൽ ന്യൂറോ ഡൈവേർജൻ്റ് ആളുകൾ മുഴുവനും ജെൻഡർ ഡിസ്ഫോറിയ ഉള്ളവരാണെന്നോ ജെൻഡർ ഡിസ്ഫോറിയക്കാർക്കൊക്കെ ന്യൂറോ ഡൈവേർജൻസ് ഉണ്ടോന്നല്ല. അതൊക്കെ ഇനിയും സ്റ്റഡീസ് വേണ്ടിയ സബ്ജക്റ്റുകളാണ്. കുറേ കൂടി ഡീപ്പായിട്ട് നമ്മൾ ഇറങ്ങണം. ജെൻഡർ എന്ന് പറയുമ്പോൾ അത് ബയോളജിയുടെ ഡെഫിനറ്റ് ഒരു റോളുണ്ട്. അത് ഫുള്ള് സോഷ്യൽ കൺസ്ട്രക്റ്റ് ആണെന്നൊന്നും ഞാൻ പറയത്തില്ല. ബയോളജിയുടെ റോളുണ്ട്, സൈക്കോളജിയുടെ റോളുണ്ട്, ഇമോഷൻസിൻ്റെ റോളുണ്ട്, സൊസൈറ്റിയുടെ റോളും ഉണ്ട്. സൊസൈറ്റിയിലുള്ള ജെൻഡർ റോളുകൾ അതല്ല എനിക്ക് ഫോളോ ചെയ്യാൻ താല്പര്യമെങ്കിൽ ഞാനപ്പോൾ ഏത് ജെൻഡറാ? പിയർ പ്രഷർ അതുണ്ട്. എല്ലാവരും ഇങ്ങനെ നടക്കുന്നു, എല്ലാവരും ക്വിയറാന്ന് പറയുന്നു. ഞാൻ നേരത്തെ കോളേജുകളിൽ ക്ലാസ് എടുക്കുമ്പോൾ കണ്ടിരുന്ന ക്വിയർ കമ്മ്യൂണിറ്റിയെക്കാട്ടിലും ഇന്നത് കൂടുതലാ. ഞാൻ 12 വർഷമായിട്ട് കോളേജസിൽ ക്ലാസ് എടുക്കുന്ന ആളാണ്. സോ ആ ക്രൗഡ് കൂടുന്നുണ്ട്. അപ്പം അവരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട്, സൊസൈറ്റി ഇൻഫ്ലുവൻസ് ചെയ്യുന്നതുകൊണ്ട് ആ തോട്ട് പ്രോസസ്സ് വരുന്നതാണോ? ഓൾറെഡി ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള എന്തെങ്കിലും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടോ ഒരു അക്സെപ്റ്റൻസിന് വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന യങ്സ്റ്റേഴ്സ് ആണോ? അത് വീട്ടിൽ വേറെ പ്രോബ്ലംസ് ഉള്ളവരാണോ? അണ്ടർലൈൻ ട്രോമ ഉള്ളവരാണോ? ഇനിയിപ്പോൾ ഓട്ടിസ്റ്റിക് സ്പെക്ട്രമിലുള്ളവരാണോ? ജെൻഡർ ഡിസ്ഫോറിയക്കുള്ള മെൻ്റൽ ഹെൽത്ത് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ശരിയാവുന്ന പ്രശ്നമാണോ? സോ ഇത് ഒരു വാസ്റ്റായിട്ട് ഗ്രേ ഏരിയ ആയിട്ട് കിടക്കുന്ന ഒരു ഫീൽഡ് തന്നെയാണ്. ഒരു കൾച്ചർ പേരൻസ് പറയാം, വി വിൽ നോട്ട് ടെൽ ദ ചൈൽഡ് വാട്ട് യുവർ ജെൻഡർ ഇസ്, ലെറ്റ് ദ ചൈൽഡ് ഗ്രോ അപ്പ്. ആ കുട്ടി വളർന്ന് കുട്ടി തന്നെ കണ്ടുപിടിക്കട്ടെ ഞാൻ ബോയ് ആണോ ഗേൾ ആണോ എന്ന്. No, I don't agree to all of that. We are the guardians of the child till 18. It's a role of a developed brain and a developed emotional agency to decide these things. So I don't think we need to leave these things to the child. If it's a female, it's a girl. If it's a male, it's a boy. I have no confusions about this. This should just be like it. ഞാൻ പറഞ്ഞ പോലെ ടീനേജിൽ ചിലർക്ക് ഈ പ്യൂബർട്ടിയോടനുബന്ധിച്ച് ഹോർമോണുകളുടെ ഒരു വ്യതിചലനം കാരണം എങ്ങാനും കൺഫ്യൂഷൻ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യുക എന്ന് പറയുകയാണ് നല്ലൊരു തീരുമാനമായിട്ട് എനിക്ക് തോന്നുന്നത്. നിനക്ക് സോഷ്യലി എന്തെങ്കിലുമൊക്കെ മുടി വാട്ട് എവർ യു വോണ്ട് ടു ഡു യു ഡു, ബട്ട് നോ
സർജിക്കൽ ഇൻ്റർവെൻഷൻ, നത്തിങ്. യു വെയിറ്റ് ഇറ്റ് ഔട്ട്. മാക്സിമം ആളുകൾ അത് ശരിയാവും. പ്യൂബർട്ടി കഴിയുമ്പോഴത്തേക്ക് കൺഫ്യൂഷനൊക്കെ അങ്ങ് ശരിയായി. കുറേ എനിക്കറിയാവുന്ന കുറേ ടോം ബോയിഷ് ഗേൾസ് ഒക്കെ ഇന്ന് ഭയങ്കര ഗേളിയാണ്. സോ അവരൊക്കെ ചാടി പിടിച്ച് സർജറിക്കും കാര്യങ്ങൾക്കൊക്കെ ട്രാൻസ് ആണെന്നൊക്കെ വിചാരിച്ച് പോയിരുന്നെങ്കിലോ. ജെൻഡർ ഡിസ്ഫോറി ഉള്ളവരെല്ലാവരും ട്രാൻസ് ആണെന്നോ, ട്രാൻസ് ആയവരൊക്കെ ജെൻഡർ ഡിസ്ഫോറി, അങ്ങനെയല്ല. ട്രാൻസ് ആയിട്ട് ജെൻഡർ ഡിസ്ഫോറി ഇല്ലാത്ത ആളുകളുണ്ട്, ജെൻഡർ ഡിസ്ഫോറിയ മാത്രമുണ്ട്, പക്ഷെ ഞാൻ ട്രാൻസ് അല്ല എന്ന് പറയുന്ന ആളുകളുണ്ട്. സോ ഇറ്റ്സ് വെരി, ഞാൻ പറയുന്നതെന്ന് വെച്ചാൽ ലെയേർഡ് ആണ്, ന്യൂവാൻസ്ഡ് ആണ്. വെട്ടൊന്ന് തുണ്ട് രണ്ടെന്നുള്ള രീതിയിൽ നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. സൊസൈറ്റിയുടെ ഇൻഫ്ലുവൻസും സൈക്കോളജിയുടെ ഇൻഫ്ലുവൻസും എല്ലാം ഉണ്ട്. ചില ആൺകുട്ടികളെ കണ്ടു കഴിഞ്ഞാൽ കുറച്ചൊരു ഗേളിഷ് ലുക്കൊക്കെ ഉണ്ടാവാം. അപ്പോൾ ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർ എന്താണ് പെൺപിള്ളേരെ പോലെ ഇരിക്കണേ, എന്താണ് അങ്ങനെ നടക്കണേ, ഈ ഒരു കാര്യങ്ങൾ പറയുമ്പോഴത്തേക്കും ഈ പിള്ളേർക്ക് തന്നെ സ്വയം ഞാൻ അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന, അല്ലെങ്കിൽ ആൾക്കാർ എന്നെ അങ്ങനെയാണ് കാണുന്നത്, അപ്പോൾ എനിക്ക് എൻ്റെതായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി അക്സെപ്റ്റൻസിന് വേണ്ടി. യെസ് യെസ്, അതിനെ കൂടുതൽ ഇങ്ങനെ നമ്മളൊരു ഒബ്സസ് ആവുമല്ലോ ഒരു കാര്യത്തിലേക്ക്, ഇങ്ങനെ ശരിയാ ഇങ്ങനെ 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 ഇങ്ങനെ. തീർച്ചയായിട്ടും അതിനൊക്കെ ചാൻസ്. കാരണം ടീനേജ് എന്ന് പറയുന്ന അങ്ങനത്തെ ടൈം അല്ലേ, നമ്മൾ ഭയങ്കര ഇംപ്രഷനബിൾ ആണ്, നമുക്ക് അക്സെപ്റ്റൻസ് ഭയങ്കരമായിട്ട് വേണ്ടിയ ഒരു ടൈമാണ്. അറ്റ് ദ സെയിം ടൈം റെബല്യസ് ആവുന്ന ഒരു ടൈമാണ്. ഏതൊരു കമ്മ്യൂണിറ്റിയിലും ട്രൈബിലും ടീനേജിലാണ് ഇവന് ആമ്പിള്ളേരോട് ഹണ്ടിങ്ങിന് പോകണം എന്നുള്ളതോ അല്ലെങ്കിൽ ലേഡീസിനോട് ചേർന്ന് കുട്ടികളുടെ കൂടെ ഇരിക്കുക എന്നുള്ള തോട്ട്സ് ഒക്കെ ടീനേജിൽ തന്നെ അഡൾട്ടിലോട്ട് പോകുന്ന ഒരു ടൈമാണ്. സോ എനിക്ക് ഐ വോണ്ട് ഷോ ദ ടൈം അഡൾട്ട്, ഐം കേപ്പബിൾ. സോ ദേ വിൽ റെബൽ ഡ്യൂറിങ് ദ ടൈം. അറ്റ് ദ സെയിം ടൈം ദേ വോണ്ട് അക്സെപ്റ്റൻസ് ഓൾസോ. സോ ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റികളുള്ളത് അവരെ ഹെൽപ്പ് ചെയ്യുന്നുണ്ടാവും തീർച്ചയായിട്ടും. പ്യൂബർട്ടി റിലേറ്റഡ് ഡിസ്കഷൻസ് ഒക്കെ ക്ലാസ്സിൽ നടക്കുമ്പം നമ്മൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മുഴുവനും ബോഡി പാർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമല്ല. ഇതിനകത്ത് ഇമോഷണൽ ആയിട്ടുള്ള കാര്യങ്ങൾ, റിലേഷൻഷിപ്പ് റിലേറ്റഡ് കാര്യങ്ങൾ, അന്നേരം നമുക്ക് ക്രഷസ് തോന്നുന്നത്, ഡേറ്റിംഗ്, പിന്നെ ബോയ് ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ്, ആ ഒരു കൾച്ചർ, ടീനേജേഴ്സിലുള്ള ഒരു എന്താ പറയുക ജെലസി, പൊസസീവ്നെസ്, അങ്ങനെ ഇമോഷൻസിൻ്റെ ഒരു കളിയും കൂടെ ആണ് പ്യൂബർട്ടി എന്ന് പറയുന്നത്. സോ പേരൻസ് നീഡ് ടു ബി അവെയർ ഓഫ് ദോസ് കൈൻഡ് ഓഫ് തിങ്സ് ഓൾസോ. ഒന്നില്ലെങ്കിൽ ടീച്ചേഴ്സിനെ ഇതിന് മുഴുവൻ ട്രെയിൻ ചെയ്ത് ദേ ഷുഡ് ബി റെഡി. എന്നാലും അവരുടെ അടുത്ത് പോലും സംസാരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ പേരൻസിൻ്റെ അടുത്ത് സംസാരിക്കാൻ പറ്റും എന്നുള്ള സ്പേസ് അവിടെ ഉള്ളത് നല്ലതല്ലേ. ദ മോർ അഡൾട്ട്സ് ടു സപ്പോർട്ട് ദ ബെറ്റർ അല്ലേ, മോർ ദ മെറിയർ. അവർ എന്ത് വോയിസ് ആണ് കേൾക്കുന്നതെന്നുള്ളതാണ്. ദാറ്റ് വോയിസ് ഷുഡ് ബി ലൗഡർ. അപ്പം ഞാൻ വളർന്നുന്ന സമയത്ത് എൻ്റെ അമ്മ മാത്രമേ കേളി ഹെയർ സപ്പോർട്ട് ചെയ്തിട്ടുള്ളൂ, ബാക്കി എല്ലാവരും എന്നെ കളിയാക്കിയിട്ടുള്ളൂ. അതും ഞാൻ പഠിച്ചത് അന്നേരം കേരളത്തിലാണ്. ഇത്രയും കേളി ഹെയറുകളുള്ള സ്ഥലത്ത് എന്നെ കേളി ഹെയർ ഷെയ്മിങ് ചെയ്തിരുന്നു ക്ലാസ്മേറ്റ്സ്. എൻ്റെ അമ്മ മാത്രമേ നല്ല ആടി, ചുരുണ്ട മുടി നല്ല ആടി എന്നൊക്കെ പറയാറുണ്ടായിരുന്നു. പക്ഷേ ഹെർ വോയിസ് വാസ് നോട്ട് ദ ലൗഡസ്റ്റ്. സ്റ്റിൽ ഐ വാണ്ടഡ് വാലിഡേഷൻ ഓഫ് മൈ ക്ലാസ്മേറ്റ്സ് ആൻഡ് മൈ പിയർ ഗ്രൂപ്പ്. അന്നൊന്നും ഒരു കേളി ഹെയർ ആക്ട്രസോ ഒരു ആഡോ ഒന്നുമില്ല. ലോങ് സിൽക്കി സ്മൂത്ത് ഹെയർ എന്നുള്ള ആഡ്സ് മാത്രമേ ഉള്ളൂ. അപ്പം ഞാൻ നോക്കുമ്പോൾ എൻ്റെ മുടി ഇങ്ങനെയല്ല. അപ്പോൾ സത്യസായി ബാബ എന്ന് പറയുക, കിളിക്കൂട് എന്ന് പറയുക, നൂഡിൽസ് എന്ന് പറയുക. ഫോർ ദ ലോങ്കസ്റ്റ് ടൈം ഐ ഹേറ്റഡ് മൈ ഹെയർ. ഞാൻ പോയി സ്ട്രെയിറ്റൻ ചെയ്ത് 7-8 കൊല്ലം സ്ട്രെയിറ്റൻ ചെയ്ത് കുറേ പൈസയും കളഞ്ഞ് നടക്കുമായിരുന്നു. പിന്നെയാണ് ഒരു സുപ്രഭാതത്തിൽ 2012 ഏപ്രിൽ മന്തിൽ എന്തോ തോന്നി, എല്ലാം കൂടെ കട്ട് ചെയ്ത് കളയെന്ന് പറഞ്ഞ് കട്ട് ചെയ്ത് അവസാനം കേളി ഹെയർ അപ്പം തൊട്ടാണ് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നത്. ഇപ്പം കേളി ഗേൾ മെത്തേഡ് ഉണ്ട്, അതിനുള്ള പ്രോഡക്ട്സ് ഉണ്ട്, അതിനുള്ള പേജുകളുണ്ട്, നല്ല ഇതിൽ വന്നു. കാരണം ഇപ്പോൾ കാണുന്ന പിള്ളേർ അപ്പം ഇത് മുഴുവൻ കാണുന്നുണ്ട്. എൻ്റെ മോളുടെ ജനറേഷനിലുള്ള കേളി ഹെയർ ഗേൾസ് ആർ ബിറ്റ് മോർ എംപവേർഡ് ദാൻ മൈ ജനറേഷൻ ഗേൾസ്. ഇപ്പോൾ നമ്മൾ കണ്ട ബ്യൂട്ടീസ് എന്ന് പറയുമ്പോൾ ഐശ്വര്യ റായ്, സുഷ്മിത സെനൊക്കെയാണ് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്. ഇവരുടെയൊക്കെ അങ്ങനെ എത്താൻ പറ്റുമോ നമുക്ക്? ഇവർക്ക് എന്താ അങ്ങനെയൊക്കെ ശരീരവും അങ്ങനെ മുടിയും അങ്ങനെ കണ്ണുമൊക്കെ എങ്ങനെ വരിക? നമ്മളിതാണ് കാണുന്നത്. അൾട്ടിമേറ്റ് ബ്യൂട്ടി വെച്ചാൽ എങ്ങനെയാ? വേൾഡിൽ ഇവരാ ബ്യൂട്ടി, യൂണിവേഴ്സിൽ തന്നെ ഇവരാ ബ്യൂട്ടി. അപ്പോൾ ഏലിയൻസ് ഒക്കെ ഇവരായിരിക്കും പെഡസ്റ്റലിൽ വെച്ചേക്കുന്നത്. ഇതൊക്കെയാണ് ആസ് എ ടീനേജർ നമ്മൾ കേൾക്കുന്നത്. ആൺകുട്ടികൾക്ക് അവരുടേതായ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. അവരെന്താണ് മാച്ചോയിസം എന്ന് കണ്ടത്, അവരെന്താണ് മാൻലിനെസ് എന്ന് കണ്ടത്, അവരെന്താണ് മാസ്കുലിനിറ്റി എന്ന് കണ്ടത്. മീശ പിരിക്കലോ, ഒരു പെണ്ണിനെ സ്ലാപ്പ് ചെയ്യലോ, സ്റ്റോക്ക് ചെയ്യലോ, ടോർച്ചർ ചെയ്ത് ലവ് ചെയ്യാൻ പറയുന്നതോ, ഇതൊക്കെ ആയിരിക്കും ചിലപ്പോൾ പയ്യന്മാർ കണ്ടത്. കരയണ്ടെന്ന് പറയുന്നതോ, കരച്ചിൽ ദേഷ്യത്തിൽ കൂടെ ഇത് കാണിക്കണം എന്ന് പറയുന്നതോ. അപ്പോൾ അവർക്കും റോങ് റോൾ മോഡൽസ് ആയിരുന്നു, നമുക്കും റോൾ മോഡൽസ് റോങ് ആണ്. നമ്മുടെയൊക്കെ റോൾ മോഡലിൻ ലവ് ആരാ? ഷാരുഖ് ഖാനോ? നമുക്ക് എന്താ ലവ് എന്ന് എങ്ങനെ നമ്മൾ പഠിച്ചത്? എന്താ റൊമാൻസ് എന്ന് എന്താ പഠിച്ചത്? ബൊക്കെ കൊടുക്കലാണോ റൊമാൻസ്? ലവ് യു പറഞ്ഞുകൊണ്ടിരിക്കലാണോ റൊമാൻസ്? ഞങ്ങളൊക്കെ മിൽസൺ ബൂൺ നോവൽസ് ഒക്കെ വായിച്ച് വളർന്ന കുട്ടികളാണ്. അപ്പോൾ നമ്മളൊക്കെ റൊമാൻസ് എന്ന് പറയുന്നത് ജീവിതത്തിൽ ഒരാണിന് അങ്ങനെ റൊമാൻസ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഐ ഡോണ്ട് നോ, ഹ്യൂമൻ കപ്പാസിറ്റിക്ക് അങ്ങനെയൊക്കെ പോസിബിൾ. ഐ ഡോണ്ട് നോ, മേ ബി ദർ ആർ പീപ്പിൾ ലൈക്ക് ദാറ്റ്. ഐ ഹാവ് നോ ക്ലൂ. പക്ഷെ എൻ്റെ ഒപ്പീനിയൻ നീ കഴിച്ചോ, വെള്ളം കുടിച്ചോ എന്ന് ചോദിക്കുന്നതൊക്കെ റൊമാൻസ് ആണെന്ന് പിന്നീട് ഒരിക്കലല്ലേ നമ്മൾ മനസ്സിലാവുന്നേ. അത് അങ്ങനെയൊക്കെയാ സ്നേഹം കാണിക്കുക ചിലർ. നമുക്ക് ഈ സൊസൈറ്റിയിൽ നിന്നും മാസ് മീഡിയയിൽ നിന്നും ഒക്കെ കിട്ടിയിരിക്കുന്ന ഇൻഫർമേഷൻ, ഇപ്പം ലവ് ബ്രേക്കപ്പ് ആവുക വെച്ചാൽ എല്ലാ പാട്ടും ഭയങ്കര ബോറല്ലേ. അവ എന്നെ തേടി വന്ന അഞ്ചല, അല്ലെങ്കിൽ ബ്രേക്കപ്പ് ആയി കഴിഞ്ഞാൽ പൊണ്ണ് തേച്ചിട്ട് പോയി, അതാ ഇതാ. നമുക്കൊരു ഒരു റിജക്ഷൻ ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഉണ്ടോ സൊസൈറ്റിക്ക്? നമ്മളത് ട്രെയിൻ ചെയ്യുന്നുണ്ട് യങ്സ്റ്റേഴ്സിനെ. എന്നാൽ ആവുന്ന പോയി സൂസൈഡ് പണിക്கிறாங்க.
ഇല്ല, ഐ ഹാവ് ടു ഗോ ത്രൂ ദിസ്, ലെറ്റ് മീ സിറ്റ് വിത്ത് ദ പെയിൻ, ലെറ്റ് മീ സിറ്റ് വിത്ത് ദ ഗിൽറ്റ്, ദ ഗ്രീഫ്, ദ റിഗ്രറ്റ്, ദ ഫെയിലിയർ. ഡോണ്ട് റൺ അവേ ഫ്രം ഇറ്റ്, സിറ്റ് വിത്ത് ഇറ്റ്. വാട്ട് ഇസ് ഇറ്റ് മേക്കിംഗ് യു ഫീൽ? ugly, bad, horrible? Go through it. You feel like that for some time. ഇമോഷൻസ് ഭാഗ്യത്തിന് ക്ലൗഡ്സ് പോലെയാ, വന്നിട്ടങ്ങ് പെയ്തിട്ടങ്ങ് പൊക്കോളും. ആ സമയം നമുക്ക് അവിടെ ചിലവഴിക്കണം എന്നുള്ളേ ഉള്ളൂ. സെയിം വിത്ത് ഗ്രീഫ്. അമ്മ മരിച്ചു, അച്ഛൻ മരിച്ചു, അമ്മമ്മ മരിച്ചു, പട്ടി മരിച്ചു, പൂച്ച മരിച്ചു, വട്ട് എവർ ഇറ്റ് ഇസ്, സിറ്റ് വിത്ത് ദ ഗ്രീഫ്. ഗ്രീഫ് ഇസ് നെവർ ഗോയിങ് ടു ലീവ് യു, ഇറ്റ്സ് ഗോയിങ് ടു ബി വിത്ത് യു, ബട്ട് യു ക്യാൻ യൂസ് ഇറ്റ് ആസ് എ കാറ്റലിസ്റ്റ് ഫോർ യുവർ ലൈഫ് എന്നുള്ളത് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുവാണെങ്കിൽ എത്രയും ബെറ്റർ അല്ലേ? ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായ ഒരു ഇൻസിഡന്റിൽ നമ്മുടെ കോൺഫിഡൻറ്റ് ഗ്രൂപ്പിലെ CJ റോയ് അതെ അതെ അതെ, yeah. ഇതുപോലെ പോസിറ്റീവായിട്ടുള്ളൊരു മനുഷ്യനെ വളരെ റെയർ ആയിട്ട് കാണാം. അപ്പോൾ ഇങ്ങനെയുള്ള ഒരാളിന് ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കും, പുള്ളിയുടെ തന്നെ പഴയൊരു ഇൻ്റർവ്യൂ ഒക്കെ ഇപ്പോൾ വന്നിട്ടുണ്ട്. പുള്ളിയുടെ 38-38 വയസ്സിൽ ഫസ്റ്റ് പുള്ളി ഫ്ലൈറ്റ് വാങ്ങി എന്ന് പറഞ്ഞിട്ട്. ഞാനിപ്പോഴല്ലോ എനിക്കിനി 36 വയസ്സാണ്, ഇനി സമയമുണ്ട്, അപ്പം ഇനിയും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ ചെയ്യാൻ പറ്റും ഇതൊക്കെ. പക്ഷെ ഇത്ര പോസിറ്റീവായിട്ടുള്ളൊരു വ്യക്തി ഈ ഒരു പോയിന്റിൽ ആ ഒരു നിമിഷത്തിൽ അങ്ങനെ ചെയ്തു എന്ന് പറയുന്നത് സാധാരണ പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആൾക്കാരെ ക്വസ്റ്റ്യൻ ചെയ്യുന്ന ഒരു സംഭവം കൂടിയാണ് ഇത്. രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, നമ്മൾ വെളിയിലൊരു പോർട്രയൽ ഓഫ് പേഴ്സണാലിറ്റിയും ഉള്ളിൻ്റെ ഉള്ളിൽ വേറൊരു പേഴ്സണാലിറ്റിയും ആരാ അങ്ങനെ എന്നുള്ളത് നമുക്ക് അറിയില്ല. വെളിയിലുള്ളവർക്ക് ഒരിക്കലും അറിയാൻ പറ്റത്തില്ല. കാരണം എൻ്റെ അതിനെ കമ്മ്യൂണിറ്റിയിൽ ഒത്തിരി ഫെമിനിസവും പ്രോഗ്രസീവ്നെസ്സും പറയുന്ന സ്ത്രീകളുണ്ട്. അവർ വളരെ അബ്യൂസീവ് മാരേജസിലാണ്. അങ്ങനെയുള്ള ഇൻഫ്ലുവൻസേഴ്സിനെ എനിക്കറിയാം. ദേ ഡോണ്ട് പ്രാക്ടീസ് വാട്ട് ദേ പ്രീച്ച്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് മെൻസ് മെൻ്റൽ ഹെൽത്ത്. അത് കുറച്ചുകൂടെ അധപ്പതനത്തിൽ കിടക്കുന്ന ഒരു കാര്യമാണ്. സ്ത്രീകൾ തന്നെ ഇപ്പോഴാണ് തെറപ്പിസ്റ്റിൻ്റെ അടുത്ത് പോകുന്നതോ മനസ്സ് വിട്ട് സംസാരിക്കുന്നതോ അവരുടെ ഉള്ളിൽ കമ്മ്യൂണിറ്റി വേണമെന്ന് ഡിസൈഡ് ചെയ്യുന്നതോ ഒക്കെ. ഈയിടെ പോലും ഞാനൊരു റീൽ ഉണ്ടാക്കിയിട്ടായിരുന്നു. ഒരു ലേഡി ഒരു ടോക്ക് ഷോയിൽ വന്നിട്ട് പറയുകയാണ്, എൻ്റെ ഹസ്ബൻഡ് എൻ്റെ ഗ്രീഫ് ഹാൻഡിൽ ചെയ്യുന്നില്ല, എൻ്റെ അമ്മ മരിച്ചിട്ട് എനിക്ക് ആരുമില്ല, പുള്ളിയല്ല അവിടെ നിൽക്കേണ്ടത്, പുള്ളി എപ്പോഴും ഫ്രണ്ട്സായിട്ട് പോവാണ്, പുള്ളി ഭയങ്കര അടിച്ചുപൊളിയാണ്. പുള്ളി പറയുന്നത് എനിക്ക് ഇത്രേ പറ്റുന്നുള്ളൂ, എനിക്കിത് കൂടുതൽ പറ്റുന്നില്ല എന്നാണ് പുള്ളി പറയണേ. ഞാൻ റീൽ ഉണ്ടാക്കേണ്ട കാര്യം വെച്ചാൽ, നമ്മളൊരു ബ്രിഡ്ജ് ക്രോസ് ചെയ്ത സ്ഥലം വരെയല്ലേ വേറൊരാളെ നമുക്ക് ക്രോസ് ചെയ്യിപ്പിക്കാൻ പറ്റൂ. ഞാൻ അത് കഴിഞ്ഞ് അങ്ങോട്ട് പോയിട്ടില്ലെന്നുണ്ടെങ്കിൽ ഞാൻ എങ്ങനെ വേറൊരാളെ വിളിച്ചുകൊണ്ട് പോകും? ആ ആണ് അവൻ്റെ ഗ്രീഫും കൊണ്ടോ ഗിൽറ്റും കൊണ്ടോ റിഗ്രറ്റും കൊണ്ടോ ഇരുന്നിട്ടുണ്ടോ? ഫസ്റ്റ് ഹാസ് ഹി ഹാൻഡിൽ, ഡസ് ഹി ഹാവ് ദ ഇമോഷണൽ ബാൻഡ് വിഡ്ത്ത് ടു ഹോൾഡ് ദോസ് ഇമോഷൻസ്, ലെറ്റ് അലോൺ ഹോൾഡ് ഇറ്റ് ഫോർ അനദർ പേഴ്സൺ. ആൻഡ് വിമനും അതുപോലെ തന്നെ ഹസ്ബൻഡാണ് എല്ലാം ചെയ്യേണ്ട. ഹസ്ബൻഡ് വിൽ ഹോൾഡ് മൈ ഇമോഷണൽ കണ്ടെയ്നർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ്സ് ഇമ്പോസിബിൾ. ഒരു കമ്മ്യൂണിറ്റി കൊണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം ഒരു ഇൻഡിവിജ്വൽ ഡീൽ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇറ്റ്സ് വെരി ഹാർഡ്. ഇപ്പം ഞാനും പോസിറ്റീവായിട്ട് ചിന്തിക്കുന്ന ആളാണ്, എല്ലാ കാര്യങ്ങളും പോസിറ്റീവായിട്ട് തന്നെ എടുക്കുക. അപ്പം നെഗറ്റീവ് സംഭവിച്ചാൽ പോലും അതിനെ എങ്ങനെ പോസിറ്റീവ് ആക്കാം എന്ന് ആലോചിക്കുന്ന ആളാണ്. പക്ഷെ എന്നാലും ചില പോയിന്റിലൊക്കെ നമുക്ക് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവും, ലൈക്ക് അയ്യോ പോയോ എന്നൊരിതുണ്ടാവും. രണ്ട് കാര്യങ്ങൾ. ഒന്ന്, നമ്മൾ പോസിറ്റിവിറ്റി എന്നുള്ള പേരിൽ ടോക്സിക് പോസിറ്റിവിറ്റിയിലോട്ട് പോകേണ്ട കാര്യമില്ല. നമുക്ക് നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസും വരും. ഒന്നും വേണ്ട, അതങ്ങ് സിറ്റ് വിത്ത് ഇറ്റ്. ഡോണ്ട് എസ്കേപ്പ് ഓർ റൺ അവേ ഫ്രം ഇറ്റ് എന്നേ ഉള്ളൂ. ആ ഒരു നെഗറ്റീവ് ഫീലിംഗ് ജസ്റ്റ് ഫേസ് ഇറ്റ് ബോൾഡ്ലി. ഇഫ് ഇറ്റ്സ്, ഞാൻ പറയുന്നത് വെച്ചാൽ, ഇഫ് ഇറ്റ്സ് കമ്മിങ് ഔട്ട് ആസ് ആങ്കർ, എക്സ്പ്രസ് ദാറ്റ് ആങ്കർ ഇൻ എ ഹെൽത്തി വേ. ഇഫ് ഇറ്റ്സ് കമ്മിങ് ഔട്ട് ആസ് ക്രൈയിങ്, സിറ്റ് ആൻഡ് ക്രൈ ആൻഡ് ഫിനിഷ് ഇറ്റ് ഓഫ്. ആ ക്ലൗഡ് പാസ് ചെയ്യും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടാവുക. അയ്യോ അത് അല്ലാണ്ട് ഞാൻ സർക്കം നാവിഗേറ്റ് ഇറ്റ് ആൻഡ് ഗോ എന്നുള്ളൊരു തോട്ട് പ്രോസസ് ഇല്ലാണ്ടിരുന്നാൽ മതി. അത് കഴിഞ്ഞ് പോസിറ്റിവിറ്റി അഗൈൻ കം. എനിവേ ലൈഫ് ഇസ് ലൈക്ക് ദിസ്, നോ അപ്സ് ആൻഡ് ഡൗൺസ് വിൽ കം. ആം ഐ ഡീലിംഗ് വിത്ത് ഇറ്റ്? അത്രേ ഉള്ളൂ. ആ ഡീൽ ചെയ്യാൻ ഡു ഐ ഹാവ് ക്വാളിറ്റി ഫ്രണ്ട്ഷിപ്സ്, ഡു ഐ ഹാവ് എ കമ്മ്യൂണിറ്റി എന്നുള്ളതാണ്. അപ്പം ആണുങ്ങളുടെ കാര്യത്തിൽ നോക്കുമ്പോൾ, എസ്പെഷ്യലി മെൻ്റൽ ഹെൽത്തിൻ്റെ കാര്യം വരുമ്പം, ഒരുമിച്ചിരുന്ന് ഇവരെന്താണ് സംസാരിക്കുന്നത്? ആണുങ്ങൾ വെറുതെ വെള്ളടിയും ഒരു ഡ്രൈവിന് പോവുക വരിക എന്നുള്ളതാണെന്നുണ്ടെങ്കിൽ ഓക്കെ, മേ ബി ഇറ്റ്സ് ഗിവിങ് സം റിലീഫ്, ബട്ട് is it quality healing that has happened in that community? We don't know. What are they talking about? How deep are the subjects that they're talking about? അപ്പം അങ്ങനെയുള്ള അവസരങ്ങളിൽ ഒരു മെൻറ്റർ, ഒരു കോച്ചോ ഒരു തെറപ്പിസ്റ്റോ നമ്മളൊന്ന് ഹാൻഡ് ഹോൾഡ് ചെയ്യാനുണ്ടെങ്കിൽ വളരെ നന്നായിരിക്കും. ഐഡിയലി പേരൻസിന് ആ ഒരു റോൾ എടുക്കാം. പക്ഷെ അങ്ങനത്തെ റോൾ മോഡൽ അല്ല പേരൻ്റെങ്കിൽ, പേരൻറ്റിനെ കൊണ്ടും എല്ലാം രീതിയിൽ നമ്മൾ സപ്പോർട്ട് ചെയ്യാൻ പറ്റില്ല എന്നുള്ളതുകൊണ്ട് അതിന് പറ്റിയൊരു പ്രൊഫഷണൽ നമ്മുടെ കൂടെ ഉള്ളത് വളരെ നല്ലതാണ്. എനിക്ക് എൻ്റെ തെറപ്പിസ്റ്റുകളും മെൻറ്റേഴ്സും ഉണ്ട്. ഐ ടേക്ക് ഹെൽപ്പ് ഫ്രം ദെം whenever needed. On a call away ആണ് എല്ലാവരും. വി ആർ ഓൾ ഓൺ സെവറൽ കമ്മ്യൂണിറ്റീസ്, ഗ്രൂപ്പ്സ്. നമ്മൾ അവിടെ എന്തെങ്കിലും കാര്യമാണെങ്കിൽ അവിടെ പറഞ്ഞിരിക്കും, അതിനെക്കുറിച്ചൊരു അവലോകനം അവിടെ നടന്നിരിക്കും, എല്ലാവരും അവരവരുടെ ഇൻഫർമേഷൻ പിച്ചും ചെയ്തിരിക്കും. വി ഡു ഇറ്റ്. അതുപോലെ അവർക്ക് അവരുടെ ആളുകളുണ്ടാവും. അതുപോലെ ആണുങ്ങൾക്കും അവരുടേതായ ഒരു റോൾ മോഡൽ ആരുടെങ്കിലും ഒന്ന്. കാരണം ആ ബ്രിഡ്ജ് അവിടെ നിന്ന് ക്രോസ് ചെയ്ത ഒരാളുണ്ടെങ്കിൽ എനിക്കത് ഹെൽപ്ഫുൾ അല്ലേ? സോ ഗുഡ് മെൻറ്റർഷിപ്പ്, I think I would recommend that for every one of us. ഈ സൈക്കോളജിയിലും അക്കാഡമിക്കിലൊക്കെ നോക്കാമെങ്കിൽ ഫെമിനിൻ മാസ്കുലിൻ പൊളാരിറ്റി എന്ന് പറഞ്ഞൊരു സാധനം ഇപ്പോൾ ഒത്തിരി കേൾക്കാറുണ്ട്. ആക്ച്വലി എന്താണ് സംഭവം?
ഇതിൻ്റെ ആക്ച്വൽ ക്ലാസ് ഒരു 4 മണിക്കൂറുള്ള ക്ലാസ് ആണേ. സോ കാൾ യൂങ് എന്നൊരു മെൻ്റൽ ഹെൽത്ത് പ്രാക്ടീഷണർ ഉണ്ടായിരുന്നു, എൻ്റെ ഒരു ഫേവറേറ്റ് പ്രൊഫഷണലിസമാണ്. പുള്ളിക്കാരൻ ഒരു കോൺസെപ്റ്റിനെ കുറിച്ച് പറഞ്ഞിരുന്നു, അനിമസ് എന്ന് പറഞ്ഞ്. നമ്മൾ സൈക്കോളജിയിൽ അത് പഠിക്കുന്നുണ്ട്. അതായത് ആണിനകത്തെ ഫെമിനിനിറ്റിയും പെണ്ണിനകത്തെ മാസ്കുലിനിറ്റിയെ കുറിച്ചാണ് ടോപ്പിക്. പക്ഷെ ഇത് ഇങ്ങേര് പറഞ്ഞ് പ്രബലമാക്കുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ കൾച്ചറൽ ട്രഡീഷൻസിലൊക്കെ യിൻ ആൻഡ് യാങ് എന്ന കോൺസെപ്റ്റും ശിവശക്തി എന്ന കോൺസെപ്റ്റ്, തന്ത്ര കോൺസെപ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അതായത് ഒരാളിൽ തന്നെ 2 എലമെന്റ്സും ഉണ്ട് എന്നുള്ളൊരു കോൺസെപ്റ്റ്. അപ്പോൾ യിൻ ആൻഡ് യാങ് എനിക്ക് ഒത്തിരി ഇഷ്ടമുള്ളൊരു സബ്ജക്റ്റാണ്. യാങ് എന്ന് പറയുന്നത് ഒരു മാസ്കുലിൻ എനർജി ആയിട്ടും യിൻ എന്ന് പറയുന്നത് ഒരു ഫെമിനിൻ എനർജി ആയിട്ടാണ് അവർ പറയുന്നത്. അതായത് ഇത് ജെൻഡർ റിലേറ്റഡ് അല്ല. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇതിനൊരു നല്ലൊരു ലിസ്റ്റ് ഉണ്ട്. നമ്മൾ ഗൂഗിളിൽ പോയിട്ട് ഫെമിനിൻ മാസ്കുലിൻ പൊളാരിറ്റി എന്ന് പറയുമ്പോൾ കാണാൻ പറ്റും. മാസ്കുലിൻ എനർജി എന്ന് വെച്ചാൽ ഇന്ന വേർഡ്സ് അതുമായിട്ട് റിലേറ്റഡ് ആണ്, ഫെമിനിൻ എനർജിക്ക് ഇന്ന വേർഡ്സ് എന്ന് പറഞ്ഞൊരു നല്ലൊരു ലിസ്റ്റ്. അത് കാണിച്ചാണ് ഞാൻ പഠിപ്പിക്കുന്നത്. അതായത് സിമ്പിളായിട്ട് പറയണമെന്നുണ്ടെങ്കിൽ മാസ്കുലിൻ എനർജി എന്ന് പറയുന്നത് നമ്മുടെ ഡൂയിങ് എനർജിയാണ്, നമ്മൾ വെളിയിലോട്ട് കൊണ്ടുവരുന്ന എനർജി, ഔട്ട്വേർഡ് എനർജി. ഫെമിനിൻ എനർജി എന്ന് പറയുമ്പോൾ ഇൻവേർഡ് എനർജി, ബീയിങ് എനർജി. ഓക്കെ, അത്രേ ഉള്ളൂ ഡിഫറൻസ്. അപ്പോൾ ഇത് ഓരോരുത്തരിലും ഓരോ റേഷ്യോയിലായിരിക്കും. അപ്പോൾ ജോർജ് മൈറ്റ് ഹാവ് 12 different masculine elements and 6 feminine elements. I might have 10 feminine elements and 8 masculine elements. Tawfiq might have a different ratio of it. And അതുകൊണ്ട് നമ്മളിങ്ങനെ ഫ്ലൂയിഡ് ആയിട്ട് ഇങ്ങനെ നിൽക്കുന്നു, ഓരോരുത്തർ ഓരോരോ ടൈപ്പിൽ. സോ ഫോർ എക്സാമ്പിൾ ഇപ്പം മാസ്കുലിൻ എലമെന്റ്സ് പറയുമ്പം കോൺഫിഡൻസ്, ബൗണ്ടറീസ്, ഫോക്കസ്, ഹാവിങ് എ സ്ട്രക്ചർ ടു വാട്ട് ഐ എം ഡൂയിങ്, മെത്തഡിക്കലായിട്ടുള്ള കാര്യം ചെയ്യുക, അതൊക്കെ മാസ്കുലിൻ. ഫെമിനിൻ എന്ന് പറയുമ്പോൾ ഇൻറ്റ്യൂഷൻ, ക്രിയേറ്റിവിറ്റി, വൾണറബിലിറ്റി, കൈൻഡ്നെസ്, സോഫ്റ്റ്നെസ്, എംപത്തി. ഇത് ആരിൽ വേണമെങ്കിലും ഉണ്ടാവുന്ന കാര്യങ്ങളല്ലേ, ഇതിലാണ് പെണ്ണെന്നൊന്നുമില്ല. പക്ഷേ യിൻ ആൻഡ് യാങ്ങിൻ്റെ കോൺസെപ്റ്റിനനുസരിച്ച് യാങ് കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം, ഇന്നും കൂടിയാലും കുറഞ്ഞാലും പ്രശ്നം, ഒരു ടോക്സിക് ലെവലിലോട്ട് വരും. അപ്പോൾ യാങ് ഒക്കെ കൂടുവാണെന്നുണ്ടെങ്കിൽ ഒരാൾ ഡോമിനേറ്റ് ചെയ്യും, കൺട്രോൾ ചെയ്യും, ഞാൻ പറഞ്ഞത് ചെയ്താൽ മതി എന്ന് പറയും, കോൺഫ്രണ്ടേഷനിലായിരിക്കും, അബ്യൂസ് ചെയ്യും. അതുപോലെ തന്നെ ഇന്ന് കൂടിയാലും പ്രശ്നം, അതായത് ഫെമിനിൻ ഭയങ്കര ടോക്സിക് ഫെമിനിനിലോട്ട്, അതായത് വിക്ടിം. എൻ്റെ ലൈഫ് ഭയങ്കര മോശം, എനിക്ക് മാത്രമേ ലൈഫിൽ കഷ്ടപ്പാടുള്ളൂ എന്നുള്ളത്, ഭയങ്കര ഇമോഷണൽ, ഭയങ്കര ഡ്രാമ, ഭയങ്കര മാനിപ്പുലേറ്റീവ്, ആ ടെൻഡൻസീസ് ഇത് ആണിലും പെണ്ണിലും 6 വേണമുണ്ടാവും. പക്ഷെ നമ്മൾ കണ്ടുവരുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ ടോക്സിക് മാസ്കുലിൻ ട്രെയ്റ്റ്സ് ഉള്ള പെണ്ണുങ്ങളില്ലേ, കൺട്രോളിങ് ആയിട്ടുള്ള, ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള സ്ത്രീകളുണ്ട്, മാനിപ്പുലേറ്റീവ് ആയിട്ടുള്ള, ഇമോഷണലി കുറച്ച് ഡ്രാമ കാണിക്കുന്ന ആണുങ്ങളുണ്ട്, എല്ലാ ടൈപ്പ് ആളുകളുണ്ട്, എല്ലാ പെർമ്യൂട്ടേഷൻ കോമ്പിനേഷനും ഉണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ സബ്ജക്ട് ദാറ്റ് ഷോസ് ദ യുണീക്നെസ് ഓഫ് ഈച്ച് ഇൻഡിവിജ്വൽ. ഇപ്പോൾ ആണുങ്ങളിൽ എത്രയോ പേര് എനിക്ക് സ്പോർട്സിൽ ഇൻട്രസ്റ്റ് ഇല്ല, പെണ്ണുങ്ങളിൽ ഭയങ്കര സ്പോർട്ടി ആയിട്ടുള്ള കുറച്ച് മാസ്കുലിൻ എലമെന്റ്സ് കൂടുതലുള്ള പെണ്ണുങ്ങളുണ്ട്. സോ അങ്ങനെ നമുക്കിതിനെ ഇത് വെച്ച് നമുക്ക് കുറേ കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ ഈ പൊളാരിറ്റി വെച്ച് നമുക്ക് കപ്പിളിൻ്റെ ഡൈനമിക്സിൽ ഒത്തിരി കാര്യങ്ങൾ പഠിക്കാൻ പറ്റും. ഇപ്പോൾ ഒരു മാസ്കുലിൻ ഫെമിനിൻ കോംബോ ആയിരിക്കും മോസ്റ്റ് കപ്പിൾസ്. ഒത്തിരി മാസ്കുലിൻ ആയിട്ടുള്ള സ്ത്രീകൾക്ക് ചിലപ്പോൾ ഒത്തിരി ഫെമിനിൻ ക്വാളിറ്റീസ് ഉള്ള ഒരു ഹസ്ബൻഡ് ആയിരിക്കും. ഇങ്ങർക്കായിരിക്കും കൂടുതൽ കുട്ടികളെ നോക്കണം, അല്ലെങ്കിൽ ഭക്ഷണം ഉണ്ടാക്കണം, ഇയാൾക്ക് കൂടുതൽ താല്പര്യമുള്ള കേസായിരിക്കും. അതേപോലെ ഓപ്പോസിറ്റ് മാസ്കുലിൻ ആയിട്ടുള്ള ആണ് ചിലപ്പം ഹീ ക്രേവ്സ് മോർ ഫോർ എ ഫെമിനിൻ കൂടുതലുള്ള പെണ്ണ്. നമുക്ക് സൊസൈറ്റിയിൽ എല്ലായിടത്തും നോക്കി അത് കാണാൻ പറ്റും. ഇതിനകത്ത് ഇംബാലൻസ് കാരണം കപ്പിൾസിൽ പ്രോബ്ലംസ് വരുന്നുണ്ട്. മാം, ഞാൻ പുള്ളി കുറച്ചുകൂടി ഇനിഷ്യേറ്റീവ് എടുക്കും, ലീഡർഷിപ്പ് എടുക്കും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, പക്ഷെ പുള്ളി അതൊന്നും ചെയ്യുന്നില്ല എന്നുള്ളൊരു കംപ്ലൈൻറ്റ് പറയുന്ന പെണ്ണുങ്ങളുണ്ട്. പുള്ളിയോട് ചോദിച്ചാൽ പറയും അവളാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്, സൂപ്പർ ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ആളാണ്, അതുകൊണ്ടാണ് ഞാൻ അവൾ ചെയ്തോട്ടെ എന്ന് വിചാരിക്കുന്നത്. അത് ആണുങ്ങൾക്കും ഇത് കാരണം ഭയങ്കര പ്രശ്നമാണ്. കാരണം ഐ ഡോണ്ട് നോ വെയർ ഐ എം സ്റ്റാൻഡിങ്. ബെഡ്റൂമിൽ മാത്രം ഞാൻ മാസ്കുലിൻ ആവണം, ബാക്കിയുള്ള സ്ഥലത്ത് മുഴുവൻ ഇവർ ഹൈപ്പർ ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എല്ലാം ചെയ്യുന്നത് വെച്ചാൽ ദെൻ വാട്ട് ഇസ് മൈ റോൾ ഹിയർ, വേർ ഡു ഐ ബി എ മാൻ എന്നുള്ള ക്വസ്റ്റ്യനോട് വരുന്നുണ്ട്. സോ വിമൻ ആണ് ചിലപ്പോൾ കൺഫ്യൂസിങ് ആവും. വാട്ട് ഡു ഐ വാണ്ട്? ഡു ഐ വാണ്ട് ടു ബി ഇൻഡിപെൻഡൻറ്റ്? ഡു ഐ വാണ്ട് ടു ബി ട്രീറ്റഡ് ലൈക്ക് എ പ്രിൻസസ്? വാട്ട് ഡു ഐ വാണ്ട്? ഇറ്റ്സ് വെരി കൺഫ്യൂസിങ് സ്പേസ് കേട്ടോ. കാരണം നമ്മൾ പ്രോഗ്രസീവ്നെസ്, ഫെമിനിസം, അത് ഇതെന്നൊക്കെ പറഞ്ഞ് എല്ലാം ഉണ്ടല്ലോ, മാസ്കുലിൻ ആയിട്ടുള്ള എലമെൻറ്റുകളെ റിവാർഡ് ചെയ്യുന്ന സൊസൈറ്റിയിലാണ് നമ്മൾ നിൽക്കുന്നത്. പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു വർത്ത്, റെസ്റ്റ് ഈക്വൽ ടു ലേസി. ആ റെസ്റ്റ് വേണ്ടേ ഒന്ന് പ്രൊഡക്റ്റീവ് ആവാൻ? അതിനെന്തുകൊണ്ട് നമ്മൾ ലേസി എന്ന് കാണുന്നു? വാട്ട് ഇഫ് ഇറ്റ് ഇസ് റീചാർജിങ് ടൈം? വി ജസ്റ്റ് ലിവിങ് സോ ഭയങ്കര ഹസിൽ കൾച്ചർ ചെയ്തിട്ട് വെക്കേഷൻ പോകുമ്പോഴത്തേക്കും ആക്ച്വലി ഡെയിലി ലൈഫ് അങ്ങനെ ആവണ്ടേ? ഡെയിലി ലൈഫിൽ നെർവസ് സിസ്റ്റം ഡിസ്റെഗുലേറ്റഡ് ആയിട്ട് ഐ എം യേർണിംഗ് ടു ഗോ ഫോർ വെക്കേഷൻ എന്ന് പറയുമ്പോൾ യു ആർ ലിവിങ് എ ഷിറ്റി ലൈഫ്. Your everyday life should be nice, no? I'm not telling you should be calm and quiet. You will have your work, but you should have a space
where you wind down also. അപ്പം നമ്മുടെ ഉള്ളിൽ ആ ഫെമിനിൻ മാസ്കുലിൻ എനർജീസിന്റെ ബാലൻസ് നമുക്ക് മനസ്സിലാവുകയാണെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സൂപ്പറായിട്ട് ജീവിക്കാം. ബിക്കോസ് അങ്ങനെ ഇഫ് ഐ എം അവെയർ ഓഫ് വാട്ട് ഇസ് ഗോയിങ് ഓൺ ഇൻസൈഡ്, ആ ഇന്നിനെ കുറിച്ച് അവയർനെസ് ഉണ്ടെങ്കിൽ എനിക്കറിയാൻ പറ്റും ഞാൻ ബേൺ ഔട്ടിലോട്ട് കടന്നുകൊണ്ടിരിക്കുകയാണ്, സൂയിസൈഡിൻ്റെ വക്കത്ത് എത്തിയിരിക്കുകയാണ്, ഐ നീഡ് ഹെൽപ്പ് എന്നുള്ളത് അവിടെ മനസ്സിലാക്കാൻ പറ്റും. നമ്മൾ ഫുൾ ഇങ്ങനെ പ്രൊഡക്ടിവിറ്റി ഐ ഹാവ് ടു മേക്ക് മൈ സെൽഫ് വർത്തി ടു ഫീൽ അലൈവ് ആൻഡ് നൈസ് എന്നുള്ള രീതിയിൽ തന്നെ ജീവിച്ചു പോയി കഴിഞ്ഞാൽ ഇന്നില്ലെങ്കിൽ പ്രശ്നം. അപ്പം ആണുങ്ങൾക്കും വേണ്ട ഒരു കാര്യമാണ്. അതാണ് ആണുങ്ങളുടെ മെൻ്റൽ ഹെൽത്ത്, അതാണ് ആണുങ്ങളുടെ വൾണറബിലിറ്റി. അപ്പോൾ അവനും അവൻ്റെ സ്പേസസ് ഓഫ് പ്രെയർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ മൈൻഡ്ഫുൾനെസ് ആക്ടിവിറ്റീസ് ആയിക്കോട്ടെ, മെഡിറ്റേഷൻ ആയിക്കോട്ടെ, അവൻ എന്താണോ ഇല്ലോട്ട് പോകുന്നത്, അവൻ്റെ ഉള്ളിലോട്ട് പോകുന്നത്, ജേർണലിങ്, അവൻ എന്താണോ വർക്ക് ആവുന്നത്, ലെറ്റ് ഹിം ഓൾസോ ഡു ഇറ്റ്. സ്ത്രീകൾക്ക് പിന്നെ വലിയൊരു അഡ്വാൻറ്റേജ് ഉണ്ട് കേട്ടോ. ഞങ്ങൾക്ക് ഞങ്ങളുടെ പീരിയഡ് സൈക്കിൾസ് ഉണ്ട്, ഇതൊന്ന് ട്രാക്ക് ചെയ്യാൻ. ഞങ്ങൾക്ക് 4 phases ഉണ്ട് പീരിയഡ്സിൽ. സോ നമുക്ക് 4 phaseലൊക്കെ മെൻസസ് എല്ലാവർക്കും അറിയാം, പീരിയഡ്സ് 3-4 days 5 days. അത് കഴിഞ്ഞ് ഫോളിക്കുലർ ഫേസ് ഉണ്ട്, പിന്നെ ഓവുലേഷൻ ഉണ്ട് 2 ദിവസം, പിന്നെ ലൂട്ടിയൽ ഫേസ് ഉണ്ട്, പിന്നെ പീരിയഡ്സ്. ഈ ഒരു 4 phases കൂടെയാണ് ഇങ്ങനെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം പീരിയഡ്സ് കഴിഞ്ഞു, ഫോളിക്കുലർ ഫേസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഭയങ്കര എനർജറ്റിക് ആണ് ആ സമയത്ത്, വെരി ഹാപ്പി. ഫോളിക്കുലർ ഫേസിൽ ഈസ്ട്രജൻ ഭയങ്കര ഹൈ ആണ്. ഈസ്ട്രജൻ ആണ് നമ്മുടെ ഗുഡ് ഗേൾ ഹോർമോൺ. എന്താ വേണ്ടേ, സുഖാണോ, അതൊക്കെ ഈസ്ട്രജനാണ്. അത് കഴിഞ്ഞ് ഓവുലേഷനിൽ ഇപ്പോൾ ഈസ്ട്രജനൊക്കെ പീക്കാണ്, കുറച്ച് ടെസ്റ്റോസ്റ്റിറോൺ ഉണ്ട്, അതുകൊണ്ട് സെക്ഷൽ ഫീലിങ്സ് ഉണ്ടാവും, കുറച്ച് ഹൈ ആയിരിക്കും, കുറച്ച് ലിബിഡോ നന്നായിരിക്കും. ഈ 2-3 ദിവസം ഇതുള്ളൂ എന്നുള്ളത് ആണുങ്ങൾക്കും അറിയില്ല, പെണ്ണുങ്ങൾക്കും അറിയില്ല. അപ്പോൾ പെണ്ണുങ്ങളായിരിക്കും എനിക്ക് എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡിഫക്റ്റ് ഉണ്ടോ, എനിക്ക് എപ്പോഴും ഇതിങ്ങനെ തോന്നുന്നില്ലല്ലോ, പുള്ളിയാണെങ്കിൽ എപ്പോഴും റെഡിയാണ്. അപ്പോൾ നമുക്ക് ഫോളിക്കുലറിൽ കുറച്ച് തോന്നും, ഓവുലേഷനിലൊക്കെ, ലൂട്ടിയലിൻ്റെ ഫസ്റ്റ് ഫേസിലും കുറച്ച് ഓക്കെ ആയിരിക്കും. ലൂട്ടിയലിൻ്റെ സെക്കൻഡ് ഫേസിലോട്ട് കയറി കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഈവിളാവാൻ തുടങ്ങും. PMS, I'm angry, I'm broody, there's a lot of mood swings, I hate how this man breathes. പിന്നെ എല്ലാം നമുക്ക് ഇറിറ്റേഷനാണ്. ഒന്ന് ശബ്ദം ഉണ്ടാക്കാതെ കഴിക്കാമോ മനുഷ്യ, അതൊക്കെ ആ സമയത്ത് വരുന്നത്. നിങ്ങൾ എന്ത് കുറുക്കം വലിയെന്നറിയാമോ, അത് അത്രയും നാളെ നമുക്ക് ഓക്കെ ആയിരുന്ന കാര്യമായിരിക്കേ. ലൂട്ടിയൽ ഫേസിൻ്റെ സെക്കൻഡ് ഫേസിൽ വി ബിക്കം ദിസ് ഇറിറ്റേറ്റിംഗ് പീപ്പിൾ. പിന്നെ പീരിയഡ്സിലോട്ട് പോകാൻ ഹൈബർനേഷനാണ്, ആരും എന്നെ ഡിസ്റ്റർബ് ചെയ്യരുത്, അതാണ് സ്പേസ്. സോ നമ്മൾ പറഞ്ഞു കൊടുക്കും, ഓക്കെ ഫോളിക്കുലർ ഫേസ് ഒരു സ്പ്രിംഗ് സീസൺ പോലെ, ഓവുലേഷൻ ഒരു സമ്മർ പോലെ, ലൂട്ടിയൽ ഒരു ഓട്ടം പോലെ, പീരിയഡ്സ് ഒരു വിൻ്റർ പോലെ. അപ്പോൾ പീരിയഡ്സ് വിൻ്റർ പോലെയാണോ ജീവിക്കാൻ നമ്മൾ പഠിപ്പിച്ചു തന്നിരിക്കുന്നത്? എൻ്റെയൊക്കെ സബ് കോൺഷ്യസ് മൈൻഡിനകത്ത് വൈറ്റ് പാൻറ് ഇട്ട് ചാടി ഓടി നടക്കുന്നതാണ് പീരിയഡ്സ്. അത് ഇങ്ങനെയൊക്കെ സ്പ്ലിറ്റൊക്കെ ചെയ്യണം, എന്നാലേ പീരിയഡ്സിൽ നമ്മൾ വൃത്തിയായിട്ട്, അപ്പോഴും നമ്മൾ വൃത്തിയാവണം, പ്രൊഡക്റ്റീവ് ആവണം, വെളിയിൽ പോകണം, കാര്യങ്ങൾ ചെയ്യണം. ചിലപ്പോൾ അങ്ങനെയല്ല എൻ്റെ ബയോളജി എന്നെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നെങ്കിലോ, അടങ്ങി ഒതുങ്ങി വീട്ടിലിരിക്കുന്നതാണ്. അതാണ് എല്ലാവർക്കും താല്പര്യം കേട്ടോ. ചുരുണ്ടുകൂടി എവിടെയെങ്കിലും കിടക്കണം, ഒരു കപ്പ് ഹോട്ട് ചോക്ലേറ്റ് ഒക്കെ കുടിച്ച് ഇങ്ങനെ വീട്ടിലിങ്ങനെ ബ്ലാങ്കറ്റ്, ഇതാണ് എല്ലാവരുടെയും ആഗ്രഹം. സോ വാട്ട് ആർ വി ടീച്ചിങ് ആർ യങ്ങർ ഗേൾസ് എന്നുള്ളതുകൊണ്ട് അപ്പം ഞാൻ ഇങ്ങനെ എംപവർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മൈ ഡോട്ടർ വിൽ നോ ഏത് സമയത്താണ് എൻ്റെ പ്രൊഡക്ടിവിറ്റി ഹൈ, മൈ ക്രിയേറ്റിവിറ്റി ഈസ് ഹൈ, ഏത് സമയത്താണ് മൈ എനർജി ഈസ് ഡ്വിൻഡ്ലിങ്, ഇറ്റ്സ് കമ്മിങ് ഡൗൺ. ആ അവയർനെസ്സിൻ്റെ ബേസിസിൽ എൻ്റെ സൈക്കിളിനനുസരിച്ച് എനിക്ക് ജീവിക്കാൻ പറ്റും. ഇപ്പം അറ്റ് ദിസ് പോയിന്റ് ടുഡേ ഐ നോ വേർ ഐ ആം ഇൻ ദിസ് സൈക്കിൾ. ആ ലെവൽ ഓഫ് ബോഡിലി അവയർനെസ് എല്ലാ സ്ത്രീകൾക്കും വേണം. അതില്ലാത്തവരാണ് കുറേ പ്രശ്നങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ എന്ത് ചെയ്യും, 9 to 5 ജീവിക്കാൻ തുടങ്ങും. ഞാൻ 9 to 5 അല്ല, ഞാൻ 28 day ഹോർമോണൽ സൈക്കിളാണ് എൻ്റെ. മാനിൻ്റെയാണ് 24 hour ഹോർമോണൽ സൈക്കിൾ. നിങ്ങൾ രാവിലെ എണീക്കുന്നു, ടെസ്റ്റോസ്റ്ററോൺ സ്പൈക്ക് ഉണ്ട്, മെനി പീപ്പിൾ വേക്ക് അപ്പ് വിത്ത് ദ മോർണിംഗ് വുഡ് ബിക്കോസ് ഓഫ് ദാറ്റ്. പിന്നെ യുവർ ഡേ ഗോസ് ഓൺ വിത്ത് ഗുഡ് എനർജി. ഈവനിങ് 3-4 മണിയുടെ ഇറ്റ് ഗോസ് ഡൗൺ ആൻഡ് ദെൻ ഈവനിങ് വൈൻഡ് ഡൗൺ, യു ഗോ ഫോർ സ്ലീപ്പ്, നെക്സ്റ്റ് ഡേ മോർണിംഗ് അപ്പ് ആൻഡ് റെഡി. ഓക്കെ, നിങ്ങളിത് 24 hour, ഞങ്ങളുടെ 28 day. അതുകൊണ്ടാണ് ത്രൂ ഔട്ട് ദ മന്ത് വി ആർ വെരി ഡിഫറെൻറ്റ് പീപ്പിൾ. ഓരോരോ മുഖങ്ങളാണ് നിങ്ങൾ കാണുന്നത്. സോ അതിനെക്കുറിച്ച് ഞങ്ങൾക്ക് തന്നെ ധാരണ ഇല്ലെന്നുണ്ടെങ്കിൽ വി വിൽ ടോർച്ചർ യു പീപ്പിൾ. നോ, ഇയാൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഇന്നിലാണെങ്കിലോ എനിക്കറിയാൻ പറ്റും, ഇയാൾ ഇന്നിലാണെങ്കിലോ ഇയാൾക്ക് ഇവളെ മനസ്സിലാക്കാൻ പറ്റും. സോ എല്ലാവർക്കും ആ ഇൻ വേണം, ആ നമ്മൾ അകത്തോട്ട് പോകേണ്ട നിമിഷങ്ങൾ എന്നുള്ളത് വേണം, ദിവസങ്ങൾ എന്നുള്ളത് വേണം. നിങ്ങൾ നിങ്ങളുടേത് എപ്പോഴാണെന്ന് വെച്ചാൽ കണ്ടുപിടിച്ചോളുക. എല്ലാം വർക്ക് കഴിഞ്ഞിട്ട് ഈവനിങ് ആണെന്നുണ്ടെങ്കിൽ വൈൻഡ് ഡൗൺ ചെയ്യുക. അന്നേരം ഹൈപ്പർ പ്രൊഡക്റ്റീവ് മോഡിൽ നിൽക്കാതെ ദിസ് ഇസ് മൈ അലോൺ ടൈം, മൈ മീ ടൈം, ഐ നീഡ് ദിസ്. ആ സ്പേസ് നിങ്ങൾ ക്രിയേറ്റ് ചെയ്യുക, ഞങ്ങളും ക്രിയേറ്റ് ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വലിയ വഴക്കുമൊക്കെയാണോന്നും ഇല്ലാതെ നമുക്ക് അങ്ങ് കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും. ഇഫ് യു ആർ അവെയർ ഓഫ് ദിസ് ഹോർമോണൽ സൈക്കിൾ 28 day to 24 day. അതുകൊണ്ടാണ് സ്ത്രീകളെ മൂണുമായിട്ട് കണക്ട് ചെയ്യുന്നതും ആണുങ്ങളെ സണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്നതിൻ്റെ റീസൺ. കാരണം മെനസ്ട്രുവേഷൻ എന്നുള്ള വേർഡ്, മെനെ എന്ന് പറഞ്ഞാൽ ഗ്രീക്കിൽ 3 എന്നാണ് അർത്ഥം.
മൂൺ സൈക്കിളാണ് ഞങ്ങളുടെ. ഇത് കറക്റ്റായിട്ട് നമ്മൾ ഫോളോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ന്യൂ മൂണിൻ്റെ സമയത്തോ ഫുൾ മൂണിൻ്റെ സമയത്തോ പീരിയഡ്സ് ആവും. സൈക്കിൾ സിങ്ക് ആവും. ന്യൂ മൂണിൻ്റെ സമയത്ത് മാത്രം ബ്ലീഡ് ആവുന്ന സ്ത്രീകളുണ്ട്, ഫുൾ മൂണിൻ്റെ സമയത്ത് മാത്രം ബ്ലീഡ് ആവുന്നവരുണ്ട്. കറക്റ്റ് അതിന് സിങ്ക് ആവും. കാരണം ഇൻഫ്രേഡിയൻ റിതമും സർക്കാഡിയൻ റിതമും രണ്ടും മേജ് ആവും. അപ്പോൾ എന്ന് വെച്ചാൽ സൂര്യൻ ഉദിക്കുമ്പോൾ എണീക്കണം, സൂര്യൻ അസ്തമിക്കുമ്പോൾ വൈൻഡ് ഡൗൺ ചെയ്യണം. അതാണോ നമ്മൾ ചെയ്യണത്? വൈകുന്നേരം ആകുമ്പോൾ പിന്നെയും ആർട്ടിഫിഷ്യൽ ലൈറ്റ്സ് കാണിച്ച് നമ്മൾ ബോഡി എന്താ മിസ്റ്റേക്ക് ചെയ്യിപ്പിക്കുന്നത്? ഓ സ്റ്റിൽ ഡേ ടൈം, ലെറ്റ് മീ സെക്രീറ്റ് ദോസ് ഹോർമോൺസ്. അപ്പോൾ വെൻ വിൽ മൈ മെലറ്റോണിൻ സെക്രീറ്റ്? ഹൗ വിൽ ഐ സ്ലീപ്പ്? ഇപ്പോൾ സ്ലീപ്പ് സൈക്കിൾ പോകുന്നു, ഫുൾ ഡേ ബേജാറാവുന്നു, എല്ലാം അപ്സൈഡ് ഡൗൺ, ഹോർമോണൽ ഡിസ്ഫങ്ഷൻ. നമ്മൾ പല പ്രോബ്ലത്തിൻ്റെയും റീസൺ ഹോർമോണൽ ഡിസ്ഫങ്ഷനാ, ഹോർമോണൽ ഇംബാലൻസ് ആണെന്ന് പറയുന്നു. അല്ല, ഹോർമോണൽ ഇംബാലൻസിൻ്റെ കോസ് എന്താന്ന് പുറകോട്ട് പിന്നെയും പോകണം. നമ്മുടെ ലൈഫ് ഒരു സൈക്കിൾ സിങ്ക് ചെയ്താണ് നമ്മൾ ജീവിക്കുന്നത്, അതോ ഔട്ട് ഓഫ് സിങ്കിലാണ് ജീവിക്കുന്നത് എന്നുള്ളത് എല്ലാ സ്ത്രീയും ദേ ഹാവ് ടു ആസ്ക് ദെംസെൽസ്. കാരണം ഈ വിവരം വെക്കുമ്പോൾ 40-50 ആവും, മെനോപോസിലോട്ട് പോകും. ശരിയാണല്ലേ. അപ്പം ഇത് അറിയാവുന്ന സ്ത്രീകൾ അവരുടെ പെൺമക്കളെ എംപവർ ചെയ്യാം, ആണുങ്ങളോടും പറയാം ഇങ്ങനെയാണ് സംഭവം. ബിക്കോസ് പണ്ടത്തെ കാലത്ത് പീരിയഡ് ട്രാക്കിംഗ് ആപ്പൊന്നുമില്ല. എപ്പോഴാ എന്താന്ന് ഞാൻ എൻ്റെ ബോഡിയോട് ലിസൺ ചെയ്താലേ എനിക്കത് കിട്ടത്തുള്ളൂ ഇൻഫർമേഷൻ. അപ്പോൾ ആണുങ്ങൾക്കും അത് അറിയാൻ പറ്റും. ഫുൾ മൂണിൻ്റെ സമയത്താണ്, ഈ സമയത്ത് പോയാൽ അടി കിട്ടും, ന്യൂ മൂൺ ആവട്ടെ, അവർ മൂൺ ട്രാക്ക് ചെയ്താൽ പോരെ. അപ്പോൾ നമ്മൾ നേച്ചറുമായിട്ട് സിങ്ക് ചെയ്ത് ജീവിച്ചിരുന്ന ആളുകളാണ്. നമ്മൾ നേച്ചറിൻ്റെ ഭാഗമല്ല, നമ്മൾ നേച്ചറാണ്. നമ്മൾ പോയി പുല്ലിൽ നിൽക്കുമ്പോൾ ആ പുല്ല് നമ്മുടെ കാലിനെ റെക്കഗ്നൈസ് ചെയ്യും. നമ്മളെല്ലാം ഫണ്ടമെൻ്റലി ഒന്നാണ്, മണ്ണോട് മണ്ണായിട്ട് ജീവിക്കേണ്ട ആളുകളാണ്. സോ നമ്മൾ നേച്ചറിൽ നിന്നും എത്ര ഡിസ്കണക്റ്റഡ് ആണ്, അപ്പോൾ നമ്മുടെ ബോഡിയിൽ നിന്നും ഡിസ്കണക്റ്റഡ് ആണ്. പിന്നെ കണ്ട ഹെൽത്ത് ഇഷ്യൂസ്, ഹോർമോണൽ പ്രോബ്ലം, വെയിറ്റ്, അത് ഇത്, PCOD, PCOS, ഇൻഫെർട്ടിലിറ്റി എല്ലാം വരും. ഈ ഇന്നെന്ന് പറയുന്ന സാധനമാണ് ഈ അകത്തോട്ട് പോകുക എന്നുള്ളത്. എനിക്കിപ്പോൾ എന്താ ആക്ച്വലി ചെയ്യാൻ തോന്നുന്നത്? വാട്ട് ഇസ് മൈ ബോഡി ടെല്ലിങ് മീ? ഐ ഗിവ് യു എ സിമ്പിൾ എക്സാമ്പിൾ. ഞാൻ ഒരു കോളേജ് ക്ലാസ് എടുത്തിട്ട് 3 hours ക്ലാസ്, വെള്ളമൊക്കെ കുടിച്ചാണ് ഞാൻ അവയർനെസ്സോടെ തന്നെയാണ് എടുത്തത്. പക്ഷേ ആഫ്റ്റർ ദ ക്ലാസ് ഐ ഹാഡ് എ ഷാർപ്പ് ഹെഡേക്ക്. പണ്ടത്തെ ഞാനായിരുന്നെങ്കിൽ ഉടനെ പോയി ഒരു പില്ലെടുത്തിടും, ഐ ഡ്രൈവ് ബാക്ക് ഹോം. നൗ ഇപ്പോഴത്തെ ഞാനായതുകൊണ്ട് ഐ ഹാവ് എ 45-minute ഡ്രൈവ് ബാക്ക് ടു ദ സിറ്റി. വാട്ട് ഐ സ്റ്റാർട്ടഡ് ഡൂയിങ്, ഐ ജസ്റ്റ് പ്ലേഡ് ഇൻസ്ട്രുമെൻ്റൽ മ്യൂസിക് ആൻഡ് ഐ ജസ്റ്റ് കെപ്റ്റ് ഡീപ് ബ്രീതിങ് ഇൻ ദ കാർ. 30-35 minutes my headache was gone. And after getting back home, I just told everybody, ഞാൻ കിടക്കാൻ പോവാണ്, എന്നെ ആരും ഡിസ്റ്റർബ് ചെയ്യില്ല. 2 hours I want to sleep. I slept, I woke up at 7 or something, fresh. So if I'm aware of what's going inside me, I won't depend on external things to support me. കഴിവതും പരമാവധി I listen to my body and do what is necessary. So ഈ ഒരു അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് എത്ര ഹെൽത്ത് ഇഷ്യൂസ് അവോയ്ഡ് ചെയ്യാൻ പറ്റും. സോ ഇൻ ആൻഡ് യാങ് എന്ന് പറഞ്ഞ കോൺസെപ്റ്റിൽ എന്തും പറയാം. ഡേ നൈറ്റ്, ഗുഡ് ഈവിൽ, എന്ത് കോൺസെപ്റ്റിനെ നമുക്ക് അതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റും. മാസ്കുലിൻ ഫെമിനിനെ നമുക്ക് അതിനകത്തോട്ട് കൊണ്ടുവരാൻ പറ്റിയ ഒരു കോൺസെപ്റ്റാണ്. മുമ്പേ യു സെഡ് എ വേർഡ് വൾണറബിലിറ്റി. മെന്നിൻ്റെ മെൻ്റൽ ഹെൽത്തിനെ പറ്റി സംസാരിക്കുമ്പം ഹൗ ഇമ്പോർട്ടൻ്റ് ഈസ് ബീയിങ് വൾണറബിൾ? ആണുങ്ങൾ പൊതുവേ അത് ഉള്ളിൽ അടക്കി പിടിച്ച് മിണ്ടാതിരിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് പൊതുവേ. ആൻഡ് വൾണറബിലിറ്റി ഈസ് ഓൾസോ വെരി അട്രാക്റ്റീവ് ഇൻ മെൻ കേട്ടോ. സോ അത് പറയുമ്പോഴാണ് കൺഫ്യൂഷൻ വരുന്നത്. ഈ നമ്മൾ വീക്ക്നെസ്സിനെ കുറിച്ച് സംസാരിക്കുന്നത് എങ്ങനെ അട്രാക്റ്റീവ് ആവും എന്നത്. ഫസ്റ്റ് ഓഫ് ഓൾ വൾണറബിലിറ്റി എന്നാൽ നമ്മൾ ഇന്നായിട്ട് തന്നെ നമുക്കങ്ങ്, നമ്മളിപ്പോൾ ഇന്നൊക്കെ പറഞ്ഞതുകൊണ്ട് ഇപ്പോൾ എല്ലാവർക്കും പിടിയിട്ട് കാണുമല്ലോ, ഒരു ഇൻ എനർജിയാണ് വൾണറബിൾ. ഞാൻ അകത്തോട്ട് പോവുകയാണ്, ഇപ്പോൾ എൻ്റെ വീക്ക്നെസ് എന്താണെന്നുള്ളത്, അല്ലെങ്കിൽ ഞാൻ എവിടെയാണ് സ്ട്രഗിൾ ചെയ്യുന്നതെന്നുള്ളതിൻ്റെ അവയർനെസ് എനിക്ക് കിട്ടി. അല്ല എന്നെ അമ്മ ഒത്തിരി ക്രിട്ടിസൈസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് എനിക്ക് ക്രിറ്റിസിസം എടുക്കാൻ പറ്റാത്തതെന്നോ, അല്ലെങ്കിൽ അതുകൊണ്ടാണ് ഞാൻ മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്യുന്നതെന്നോ, എനിക്ക് മറ്റുള്ളവരെ അപ്രീഷിയേറ്റ് ചെയ്യാൻ പറ്റാതെ പോകുന്നത് അതുകൊണ്ടാണെന്നോ, എന്തോ ഒരു അവയർനെസ് എനിക്ക് അതിൽ നിന്ന് കിട്ടുകയാണ് ഞാൻ അകത്തോട്ട് പോകുമ്പോൾ. അപ്പോൾ അകത്തോട്ട് പോകുന്നതിൻ്റെ ഭാഗമായിട്ട് ഞാൻ വൾണറബിൾ ആവുകയാണ് എന്നുണ്ടെങ്കിൽ, എടി ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട് ഓഫീസിൽ, ഈ ഒരു ക്ലയൻ്റ് ഉണ്ട്, ഭയങ്കര പാടാണ്, ഇത്തിരി സ്ട്രഗിളിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നതാണ് വൾണറബിലിറ്റി എന്ന് നമ്മൾ പറയുന്നു. അതായത് യു ആർ ഷെയറിങ് സംതിങ് ദറ്റ് യു ക്യാൻ ബി ജഡ്ജ്ഡ് ഫോർ, ബട്ട് യു ആർ സ്റ്റിൽ ചൂസിങ് ടു ഷെയർ. ജഡ്ജ്മെൻറ്റ് വരാൻ സാധ്യതയുണ്ടെന്ന് അറിയാവുന്ന ഒരു കാര്യമാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, എന്നാലും ഞാൻ ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതൊരു ആ സ്പേസിൽ എനിക്ക് വൾണറബിൾ ആവാൻ പറ്റും എന്നാണ് അർത്ഥം. അപ്പോൾ അവിടെ ഓക്കെ, ദ വുമൺ ഇസ് ഹോൾഡിങ് സ്പേസ് ഫോർ ദ മാൻ ഓർ വാട്ട് എവർ, ഓക്കെ ഇറ്റ്സ് ഓക്കെ എടാ ശരി അവിടെ വാട്ട് എവർ. അപ്പോൾ വൾണറബിൾ ആവുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ആ വീക്ക് പോയിന്റ്സ് അല്ലെങ്കിൽ സ്ട്രഗിൾസ് ഷെയർ ചെയ്യുക എന്ന് പറയുന്നത് എന്നെക്കൊണ്ടത് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനെ കുറിക്കുന്നില്ല. ഞാനത് ഹാൻഡിൽ ചെയ്യാൻ തന്നെ പോകുന്നേ. അത് എന്നൊക്കെ പറഞ്ഞാലും ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തിരിക്കും. ഇതുപോലെ എത്രയോ കാര്യങ്ങൾ ഞാൻ ഹാൻഡിൽ ചെയ്തിരിക്കുന്നു. ഞാൻ പറയുന്നത്, ഷെയർ ചെയ്യുന്നത് അത് വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. അത് അകത്ത് പായാലല്ലേ നാളെ ഒരു മെൻ്റൽ ഹെൽത്ത് ഇഷ്യൂയിലോട്ടോ സൂയിസൈഡിലോട്ടോ അത് പോകത്തുള്ളൂ.
അകത്ത് പൈലപ്പ് ആവണ്ടെന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറയുന്നത്. ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഞാനത് ഹാൻഡിൽ ചെയ്യും. അപ്പോൾ ഓപ്പോസിറ്റിലുള്ള ആളും ആ ബോധത്തോടെ അതൊക്കെ പറ്റുന്നേ, എത്ര കണ്ടിരിക്കുന്നു നമ്മൾ, അതൊക്കെ താൻ അടിപൊളിയായിട്ട് ചെയ്യും എന്നുള്ള ആ ഒരു സ്പേസ് ഓപ്പോസിറ്റുള്ള ആളും കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ തീർന്നു കാര്യം. പിന്നെ അത് പറയുന്ന മാത്രമല്ല വൾണറബിലിറ്റി. ഇപ്പം എന്നെക്കൊണ്ട് ഇത്രയും അകത്തോട്ട് പോയി ഇന്നൊരു കാര്യം ഷെയർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസിലാണ് ഞാനെങ്കിൽ ഞാൻ അതുപോലെ അകത്തോട്ട് പോയി ആ സ്ത്രീക്ക് വേണ്ട കാര്യങ്ങളും ഞാൻ ഷെയർ ചെയ്യും. നീ ഉള്ളതുകൊണ്ടാണ് കേട്ടോ എനിക്ക് ലൈഫ് ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് പോയിക്കൊണ്ടിരിക്കണേ. നീ ആ സമയത്ത് എന്നെ ഹെൽപ്പ് ചെയ്തുകൊണ്ടാണ് എനിക്കിന്ന് അത് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ യു ലുക്ക് വെരി അട്രാക്റ്റീവ് ടുഡേ, അല്ലെങ്കിൽ ഐ ഫീൽ വെരി വാം ബീയിങ് വിത്ത് യു. യു നോ വാട്ട്, വി ഹാവ് എ വെരി മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് കേട്ടോ. ഞാൻ ഇടയ്ക്ക് അതിനെക്കുറിച്ച് ആലോചിക്കാറുണ്ട്. ഐ എം വെരി ഗ്രേറ്റ്ഫുൾ ഫോർ യുവർ സർവീസസ് ഇൻ ദ ഹോം. നീ വീട്ടിലെ കാര്യങ്ങളും എല്ലാം ചെയ്യുന്നുണ്ട്. എങ്ങനെ ഇത് പറ്റണേ? ആ ഒരു സ്പേസിലോട്ട് എനിക്ക് വന്നത് പറയാൻ പറ്റുക എന്ന് പറയുന്നത് എനിക്ക് ആ സ്പേസിലോട്ട് പോകാൻ പറ്റണം ഫസ്റ്റ്. അപ്പോൾ വൾണറബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ വിഷമങ്ങൾ പറയുക, ബുദ്ധിമുട്ടുകൾ പറയാമെന്ന് മാത്രമല്ല, എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ഞാൻ ഡീപ്പായിട്ട് ഫീൽ ചെയ്യുന്ന കാര്യങ്ങൾ, എൻ്റെ സ്നേഹപ്രകടനം എല്ലാം ഇസ് ബേസ്ഡ് ഓൺ ദാറ്റ്. ദാറ്റ് ഇസ് വെരി അട്രാക്റ്റീവ് ടു വിമൻ. നോ, നിങ്ങൾ സങ്കടവും വിഷമവും പറഞ്ഞു വരുമ്പോൾ അട്രാക്റ്റീവ് ആവുക എന്നുള്ളതല്ല. അന്നേരം വി ഓൾസോ ഹോൾഡ് സ്പേസ്. പക്ഷെ ഞങ്ങൾക്ക് വേണ്ട കാര്യങ്ങൾ നിങ്ങൾക്ക് അന്നേരമല്ലേ പറയാൻ പറ്റുക. എത്ര ആണുങ്ങൾ അത്ര ഡീപ്പായിട്ട് പോയി ഷെയർ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ വെച്ചാൽ ആദ്യം എല്ലാവരും ഷെയർ ചെയ്യും റിലേഷൻഷിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗത്തേനോ, യു ആർ സോ സ്പെഷ്യൽ, യു ലുക്ക് സോ ഗുഡ് ഇൻ ദാറ്റ് സാരി യെസ്റ്റർഡേ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞിട്ട് 2-3 months കഴിയുമ്പോഴത്തേക്കും whatever, ഷീസ് വിത്ത് മീ, ഗോൾ അച്ചീവ്ഡ്, ലെവൽ അൺലോക്ഡ്, അത്രേ ഉള്ളൂ. അത് കഴിഞ്ഞ് പിന്നെയല്ല. പക്ഷേ വിമൻ ഇതോൺ റെഗുലർ ബേസിസ് ദേ നീഡ് ഇറ്റ്. ദേ നീഡ് ടു ഫീൽ സീൻ, ദേ നീഡ് ടു ഫീൽ വാലിഡേറ്റഡ്, അക്നോളജ് ഫോർ എവറി സിംഗിൾ തിങ്. ഞാൻ ഇവിടെ വന്ന് നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും ഐ കൻ ഡു സോ മെനി അതർ തിങ്സ്, വൈ ആം ഐ ചൂസിങ് ടു ഡു ദിസ്? അപ്പോൾ ഇയാളത് കാണണം, ഇയാൾ കണ്ടു എന്നുള്ളത് എന്നെ അറിയിക്കണം, എന്നാലേ ഞാനത് തരത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ ഐ വിൽ ഹോൾഡ് ബാക്ക്, ഇറ്റ് വിൽ ബി എ പവർ സ്ട്രഗിൾ. പിന്നെ ഞാൻ സെക്സ് തരില്ല. ബിക്കോസ് ദാറ്റ്സ് എ പ്ലേസ് വെയർ ഐ കൻ ഹോൾഡ്, ഐ ഹാവ് എ ലോട്ട് ഓഫ് കൺട്രോൾ ഓവർ ദെയർ. ഞാൻ കൂടി വിചാരിച്ചാൽ അത് നടക്കത്തുള്ളൂ, റൈറ്റ്? അപ്പോൾ ആ ദേഷ്യം കാണിക്കില്ല. പിന്നെ വർഷങ്ങൾ കഴിഞ്ഞിട്ട് അത് റിസൻമെൻറ്റായി മാറുന്നു. അവൻ കിടക്കണം, ഒന്നിനും അപ്രിഷ്യേറ്റ് ചെയ്യത്തില്ല, ഒന്നിനും വാലിഡേറ്റ് ചെയ്യത്തില്ല. നമ്മൾ ഇഷ്യൂസ് പൈലപ്പ് ചെയ്ത് പോകുമ്പോൾ വിച്ച് മീൻസ് നമുക്ക് ആ ഒരു സ്പേസിലോട്ട് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ സ്നേഹപ്രകടനവും നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. The woman will feel valued and worthy of being this person's partner if he is able to be vulnerable with her. So പ്രശ്നം സങ്കടം പറയുക, അതുപോലെ തന്നെ നീ എത്ര സ്പെഷ്യലാണ് എന്നത് പറയാനും. അപ്പോൾ ഒരു ഈഗോ ഇല്ലാത്ത ആൾക്കല്ലേ ഇത് പറയാൻ പറ്റൂ. നീ അടിപൊളിയാണ് കേട്ടോ, നീ എത്ര കാര്യങ്ങളാണ് ചെയ്യണേ, സൂപ്പറാണ്, കൊള്ളാം എന്നുള്ളതൊന്നും പറഞ്ഞു കഴിഞ്ഞാണല്ലോ 2 ആഴ്ചത്തേക്കുള്ള എനർജിയാ. ഇങ്ങർക്ക് വേണ്ടി എന്തും ചെയ്യാം. പക്ഷെ അത് കിട്ടാതാവുമ്പോഴാണ് സ്ത്രീകളും അങ്ങനെ മുരടിച്ച് പോകുന്നത്. അയാളുണ്ടല്ലോ എന്നുള്ള രീതിയിലോട്ട് പോകുന്നത്. സോ വൾണറബിൾ ആവുക എന്ന് പറയുന്നത് ഇസ് അട്രാക്റ്റീവ് ബിക്കോസ് വി വിൽ സീ എ സോഫ്റ്റ്വെയർ വേർഷൻ ഓഫ് മെൻ ഓൾസോ എന്നതുകൊണ്ടാണ്. ഇപ്പോൾ ലോകം ഭയങ്കര സ്പീഡിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ലൈക്ക് ഓരോ ദിവസവും പുതിയ കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് ഇപ്പം സെക്ഷുവാലിറ്റി ആണെങ്കിലും ഐഡൻറ്റിറ്റി ആണെങ്കിലും ജനറേഷൻ ഗ്യാപ്പ് ആണെങ്കിലും എന്താണെങ്കിലും ലൈക്ക് ഓരോ ദിവസം പുതിയ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഒരു ഭയങ്കര സ്പീഡിൽ മാറുന്ന സ്ഥലത്ത് നമ്മൾ അപ്ഡേറ്റ് ആവേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതേ സ്ഥലത്ത് ലൈക്ക് വെൻ വി ആർ റേസിങ് ചിൽഡ്രൻ നമുക്ക് കറക്റ്റ് അപ്ഡേറ്റ്, മാറുന്ന സാധനങ്ങൾ അപ്ഡേറ്റ് കിട്ടിക്കൊണ്ടിരുന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ കുട്ടികൾക്കൊരു സേഫ് സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇത്രയും നേരം സേഫ് സ്പേസിനെ പറ്റി സംസാരിച്ചു. ആക്ച്വലി ഈ ഒരു സിറ്റുവേഷനിൽ എങ്ങനെയാണ് നമ്മൾ സേഫ് സ്പേസ് പ്രാക്ടിക്കലി ഉണ്ടാക്കേണ്ടത് ആൻഡ് ഹൗ ഡു യു ഗോ അബൌട്ട് ഇറ്റ്? ഗുഡ് ക്വസ്റ്റ്യൻ. ഒന്ന്, നമുക്ക് നല്ല കോൺവെർസേഷൻസ് കൂടെ തന്നെ സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം എങ്ങനെയാണോ കമിതാക്കൾ അല്ലെങ്കിൽ ലവേഴ്സ് അവരുടെ ആദ്യ മാസങ്ങളിൽ അവർ കോൺവെർസേഷൻസിൽ കൂടെ ദേ ഗെറ്റിംഗ് ടു നോ ഈച്ച് അതർ, അപ്പോഴാണല്ലോ സേഫ് സ്പേസ് ആവുന്നതും പിന്നെ ഫിസിക്കലിലോട്ട് പോകുന്നതും. എല്ലാവരും ആ ഓർഡറിലായിരിക്കില്ല, എന്നാലും ഐ ഷുഡ് ഫീൽ സേഫ് ടു റിമൂവ് മൈ ക്ലോത്ത്സ് ഇൻ ഫ്രണ്ട് ഓഫ് സംബഡി, റൈറ്റ്? സോ ആ സേഫ്റ്റി ഫാക്ടർ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ് ടു ബിഗിൻ വിത്ത്. അപ്പോൾ അങ്ങനെ കോൺവെർസേഷൻസിൽ കൂടെ നമ്മൾ സേഫ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. സോ മാക്സിമം വീട്ടിലെ പേരൻസ് ഓപ്പൺ ആണെന്നുണ്ടെങ്കിൽ ഓണസ്റ്റ് ഓപ്പൺ കോൺവെർസേഷൻസിന് എൻവയൺമെൻറ്റ് റെഡിയാക്കി കൊടുക്കാൻ പറ്റുമെങ്കിൽ തന്നെ ചൈൽഡ് വിൽ ഫീൽ സേഫ്. 2, നമ്മളിപ്പോൾ നമ്മുടെ യിൻ ആൻഡ് യാങ്ങിനെ കുറിച്ച് അവെയർ ആണോ, നമ്മുടെ മാസ്കുലിൻ ഫെമിനിൻ ബാലൻസിനെ കുറിച്ച് അവെയർ ആണോ എന്നുള്ളതും ക്യാൻ ഓൾസോ ക്രിയേറ്റ് സേഫ് സ്പേസസ്. ബിക്കോസ് നമ്മുടെ കപ്പ് ഓവർഫ്ലോയിങ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ പിള്ളേരെ വഴക്ക് പറയും, വി വിൽ ഗെറ്റ് അനോയ്ഡ്. ഇപ്പോൾ എനിക്കൊക്കെ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് നല്ല പെട്ടെന്ന് മനസ്സിലാവും ഞാൻ ഡിസ്റെഗുലേറ്റഡ് ആണോ എന്നുള്ളത്. ഇപ്പോൾ മായ വന്നിട്ട് അമ്മ എന്ന് വിളിക്കുമ്പോൾ എന്തുവാ എന്ന് ചോദിച്ചാൽ തന്നെ എനിക്കറിയാം ഞാൻ ഡിസ്റെഗുലേറ്റഡാ. ഓക്കെ, അപ്പോൾ അവളൊരു വൈ യു ഗെറ്റിംഗ് അനോയ്ഡ് എന്ന് ചോദിക്കും. ഐ എം നോട്ട് ആക്ച്വലി അനോയ്ഡ്. നമ്മുടെ സിസ്റ്റം അങ്ങനെ ഇങ്ങനെ നിൽക്കുക.
അപ്പോൾ then I have to remind myself, okay, calm. എന്താടാ, പിന്നെ ചോദിക്കണം, I have to regulate. ആൻഡ് അപ്പോൾ ആദ്യം ചെയ്തത് റിയാക്ഷൻ, രണ്ടാമത് ചെയ്തത് റെസ്പോണ്ടിങ്. ഓക്കെ. കുറച്ചൊരു ബോഡി അവയർനെസ് ഉണ്ടെങ്കിൽ നമുക്ക് റെസ്പോണ്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഡീഫോൾട്ടായിട്ട് എന്ത് ചെയ്യുന്നു അതങ്ങ് നമ്മൾ ചെയ്യും, ഡീഫോൾട്ട് പാറ്റേൺ ഫോളോ ചെയ്യും. പിന്നെ നമ്മുടെ ചൈൽഡ്ഹുഡ് ആയിരിക്കും നമ്മുടെ ലൈഫ് റൺ ചെയ്യുന്നത് മുഴുവൻ. ചൈൽഡ്ഹുഡ് പാറ്റേൺ അല്ല, എൻ്റെ അഡൾട്ട് സെൽഫാണ് എൻ്റെ ലൈഫ് റൺ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു സെക്കൻഡ്, മൈക്രോ സെക്കൻഡ് എൻ്റെ ബോഡിയിൽ എന്താണ് സംഭവിക്കുന്നത് എന്നുള്ള അവയർനെസ് ഉള്ള ആളാണെന്നുണ്ടെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു റെസ്പോണ്ട് ടു യു. ഇപ്പം എന്നെ ട്രിഗറിങ് ആയിട്ട് എന്തെങ്കിലും കാര്യം പറഞ്ഞാൽ തന്നെ റിയാക്ട് ചെയ്യുന്നവനാണ് പെട്ടെന്ന് കമൻറ്റ് ഇടുന്നത്, ആഹാ എങ്ങനെയാണോ അവരാണ്. ഇപ്പോൾ റെസ്പോണ്ട് ആണെന്നുണ്ടെങ്കിലോ, ഞാനിപ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു കമൻറ്റ് ഇട്ടത് കൊണ്ട് ഇവനൊട്ട് മനസ്സിലാവാൻ പോകുന്നതുമില്ല, എൻ്റെ കുറേ ടൈമും പോകും, ഞാൻ മൈറ്റ് as well ഫോക്കസ് ഓൺ വാട്ട് ഐ ആം ആക്ച്വലി ഡൂയിങ്, അല്ലേ? ദാറ്റ് ഈസ് റെസ്പോണ്ടിങ് ടു ദ സിറ്റുവേഷൻ വേഴ്സസ് റിയാക്ഷൻ, റൈറ്റ്? സോ ദ ഹോൾ വേൾഡ് ഷുഡ് നോ ദ ഡിഫറൻസ് ബിറ്റ്വീൻ റിയാക്ഷൻ ആൻഡ് റെസ്പോൺസ്. കുറച്ച് നെർവസ് സിസ്റ്റം അവയർനെസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് പറ്റത്തുള്ളൂ, എന്നാലേ നമ്മളെ കൊണ്ട് മൈൻഡ്ഫുൾ ആവാൻ പറ്റത്തുള്ളൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ, ഇപ്പോൾ മോർണിംഗ് ഇഫ് ഐ ആം ഹെൽഡ് അപ്പ് വിത്ത് മൈ വർക്ക്, ലെറ്റ്സ് സേ എനിക്ക് ആ ഒരു അവയർനെസ് ഉണ്ട്, ദാറ്റ് 4 മണിയോടെ മൈ കപ്പ് ഇസ് ഡ്രെയിൻഡ് അല്ലെങ്കിൽ ഫുൾ എന്നുള്ള അവയർനെസ് ഉണ്ടെങ്കിൽ ഐ വിൽ ബി ഏബിൾ ടു ഡൂ സംതിങ് ടു എംപ്റ്റി ഇറ്റ് ബിഫോർ ദ ചൈൽഡ് ഗെറ്റ്സ് ബാക്ക് ഫ്രം സ്കൂൾ സോ ദറ്റ് ഐ ക്യാൻ സിറ്റ് ഫോർ ഹോം വർക്ക്. അപ്പം ഞാൻ ആ ഫുൾ കപ്പോടെ അല്ലെങ്കിൽ ഒരു ഭയങ്കര എംറ്റി കപ്പോടെയാണ് അവിടെ പോയി ഇരിക്കുന്നതെന്ന് ആലോചിക്കുക. 2 + 2 = 5. 5 ആണോ അതാ എന്നല്ലേ വരത്തുള്ളൂ. അതൊന്നുകൂടെ നോക്കിക്കേ, ശരിക്കും ഒന്ന് നോക്കിക്കേ, ഇതെന്തുവാ എന്നുള്ള ഒരു കാംനെസ് എനിക്ക് അപ്പോഴല്ലേ വരത്തുള്ളൂ. അപ്പോൾ കുട്ടികൾ നമ്മുടെ ആ വേർഷൻ കാണണ്ടേ. ദേ ഷുഡ് നോ വാട്ട് ഇറ്റ് മീൻസ് ടു ബി റെഗുലേറ്റഡ്. They should know what it means to respond to a situation than react to it. അപ്പോൾ which means, are our children seeing us take rest എന്നുള്ളൊരു ക്വസ്റ്റ്യൻ അവിടെ വരുന്നുണ്ട്. അതോ നമ്മളെപ്പോഴും ഇങ്ങനെ പിരി പ്രൊഡക്റ്റീവായിട്ട് നടക്കുന്നതാണോ ഈ പിള്ളേർ കാണുന്നത്? പേരൻസ് റെസ്റ്റ് ആൻഡ് റിലാക്സേഷൻ ചെയ്യുന്നവർ കാണുന്നുണ്ടോ? കാരണം നമ്മളത് ചെയ്യുന്നില്ലേ, നമുക്ക് പിള്ളേർ ചെയ്യുമ്പോഴേ നമ്മൾ ട്രിഗറാവും. വെറുതെ ഇങ്ങനെ കുത്തി ഇരുന്നോളും രാവിലെ തൊട്ട്. എണീറ്റ് പോയി വല്ല പണിയെടുക്ക്. പെണ്ണുങ്ങളാണെങ്കിൽ അത് പറയും, നീ കിച്ചണിലൊന്നും ഹെൽപ്പ് ചെയ്ത് കൂടി നിനക്ക്, വേറെ വല്ല വീട്ടിൽ കയറി ചെല്ലാനുള്ളതാന്ന് പറയും. ആണുങ്ങളാണെങ്കിൽ എടാ വെളിയിൽ പോയിട്ട് ആ ചെടിക്കൊന്ന് വെള്ളം ഒഴിച്ചേ, അല്ലെങ്കിൽ ആ തുണി എടുത്തോണ്ട് എന്തെങ്കിലും ഒരു സെക്കൻഡ് നമ്മളെ ഇരുത്തത്തില്ല. കാരണം ഇവരങ്ങനെ അല്ലായിരുന്നു. പ്രൊഡക്ടിവിറ്റി ഈക്വൽ ടു വേർത്താണ്. ഈ പ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ നീ വേർത്തിയാടാ, നിന്റെ മിയർ എക്സിസ്റ്റൻസ് ഇസ് വേർത്തി, യോ മൈ പ്രഷ്യസ് തിങ് ഈവൻ ഇഫ് യു ഡോണ്ട് ഡു എനിത്തിങ് ഹിയർ എന്നുള്ളത് പറഞ്ഞുണ്ടല്ലോ, അവൻ തന്നെ എണീറ്റ് പോയി ആ തുണി അങ്ങ് എടുക്കും. എന്നാ പാവല്ലേ അമ്മ, നനഞ്ഞു പോവില്ലേ? അപ്പം നമുക്ക് ഉള്ളിൽ നിന്നും ആ ബിഹേവിയർ റെഗുലേഷൻ വരും, ഫോഴ്സ് ചെയ്ത് ചെയ്യിപ്പിക്കുന്നതിനെക്കാട്ടിലും. ഫൈൻ ഉള്ളതുകൊണ്ടാണ് ആളുകൾ ഹെൽമെറ്റ് ഇടുന്നത്, ജീവനിൽ പേടിയുള്ളതുകൊണ്ടൊന്നല്ല. സോ സെൽഫ് റെഗുലേഷൻ വരണം. ഞാൻ 2 പോൺസായിട്ട് കണ്ടു, മതി ഇന്നത്തേക്ക് എന്നുള്ള സെൽഫ് റെഗുലേഷൻ വരണം. അല്ല അവർ കാണും, അവർ ശ്രദ്ധിക്കും, അമ്മയച്ഛനും വാച്ച് ചെയ്യുന്നുണ്ട്, അവരെന്നെ പിടിക്കാൻ ചാൻസ് ഉണ്ട്. ആ ഒരു തോട്ടിൽ എങ്ങനെ സെൽഫ് റെഗുലേഷൻ വരും? അത് അകത്തുനിന്ന് വരേണ്ട കാര്യമല്ലേ. അപ്പോൾ സെക്ഷൽ ബിഹേവിയർ നമ്മൾ റെഗുലേറ്റ് ചെയ്യും. ഒരാൾ നമ്മളോട് അടുക്കുന്നു, എന്ത് കണ്ടിട്ടാണ് അടുക്കുന്നത്? എന്തെങ്കിലും കാര്യം സാധിക്കാനാണോ? അത് ശരിക്കും അവർക്ക് കണക്ഷൻ ഉണ്ടോ ഞാനുമായിട്ട് എന്നൊക്കെ ഒന്ന് ഇവാലുവേറ്റ് ചെയ്യാനുള്ള സമയം നമുക്ക് കിട്ടും. സ്ത്രീകളാണെന്നുണ്ടെങ്കിൽ വെറുതെ ഒന്ന് വാലിഡേറ്റ് ചെയ്തു, അല്ലെങ്കിൽ കുറേ അപ്രീഷിയേറ്റ് ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വൈ ഷുഡ് ഐ ഗോ ഹാവ് സെക്സ്? സെക്സ് ഷുഡ് ബി എ വെരി മൈൻഡ്ഫുൾ ആക്ടിവിറ്റി ദാറ്റ് ഐ ഡു. ഇറ്റ്സ് വെരി സീക്രട്ട് തിങ് എന്നുള്ളൊരു തോട്ട് പ്രോസസ്സിൽ നമ്മൾ ചെയ്യുന്ന കാര്യം വിൽ ബി വെരി ഡിഫറെൻറ്റ് ദാൻ whatever. So reaction versus response. So ഇത് പേരൻസ് മോഡൽ ചെയ്യുക, അത് കൊടുക്കുക വീട്ടിൽ. ഈവൻ ഇഫ് യു ഡോണ്ട് ഡു എനിത്തിങ് സ്റ്റിൽ ഫൈൻ, ഇറ്റ്സ് ഓക്കെ. ഒന്നും ചെയ്യാതിരുന്നു. ഞാൻ എൻ്റെ മോളോട് പറയാറുണ്ട്, ഒന്നും ചെയ്യാതിരിക്കുന്നേ കുറച്ച് നേരം. ആമാ ഏതാവത് പണണം, യു ഡോണ്ട് ഹാവ് ടു ഡു എനിത്തിങ്. വെറുതെ പോയി വായി നോക്കിയിരുന്നു അവിടെ, അപ്പോൾ ഉച്ചരോട് കുറച്ച് നേരം കളിക്കിപ്പോ. റെഗുലേറ്റ് ചെയ്യാനുള്ള മെക്കാനിസം നമ്മൾ കാണിച്ചു കൊടുക്കുക, അത് മോഡൽ ചെയ്യുക. അവരും അത് റെഗുലേറ്റഡ് ആവുന്നുണ്ടെങ്കിൽ ദേ വിൽ ബി ഇൻ ടച്ച് വിത്ത് ദെയർ ബോഡീസ് ആൻഡ് ദെയർ ബോഡി ക്യാൻ ഗൈഡ് ദെം ടുവേർഡ്സ് ഗുഡ് സെക്ഷൽ ബിഹേവിയർ, ഗുഡ് ഇൻ്റർനെറ്റ് ബിഹേവിയർ. ബിക്കോസ് ദ ബോഡി വിൽ ടെൽ, ഇത് വേണ്ട മോളെ, അവിടെ നിന്ന് പൊയ്ക്കോ, ഇയാൾ ശരിയല്ല, ഇവിടെ നിൽക്കല്ലേ. ബോഡി വിൽ ഗൈഡ്, ബിക്കോസ് ബോഡി വിൽ നെവർ ലൈ. ബ്രെയിൻ ക്യാൻ സ്റ്റിൽ കൺഫ്യൂസ് യു വിത്ത് എ ലോട്ട് ഓഫ് ഇൻഫർമേഷൻ. കുറേ കച്ചറ കിടപ്പുണ്ടകത്ത്. അമ്മയച്ഛനും പറഞ്ഞ കാര്യം, സൊസൈറ്റി പറഞ്ഞ കാര്യം, സിനിമയിൽ നിന്ന് കേട്ട കാര്യം എല്ലാം കിടപ്പുണ്ട്. ഇതിന് പക്ഷെ ഒറ്റ സത്യമുള്ളൂ, ഞാൻ ഓക്കെയാണ്, ഞാൻ ഓക്കെ അല്ല. ഇറ്റ്സ് വെരി ക്ലിയർ. കാരണം 4 വയസ്സ് 5 വയസ്സിലൊക്കെ നമുക്ക് സെക്ഷൽ അബ്യൂസ് സംഭവിക്കും. എൻ്റെ ക്ലാസ്സിൽ ചോദിക്കാറുണ്ട് പേരൻസിന്, എത്ര വയസ്സിലാണ് നിങ്ങൾക്കൊക്കെ സംഭവിച്ചേക്കുന്നത്? ഡാഡീസും മമ്മീസും രണ്ടുപേരും പറയും 5, 6, 7, 8 എന്നുള്ള ടൈം.
ആ സമയത്ത് ഗുഡ് ടച്ച്, ബാഡ് ടച്ച്, സേഫ് ടച്ച്, അൺസേഫ് ടച്ചും കൺസെൻറ്റും ബൗണ്ടറീസും ഓട്ടോണമി ഒന്നും അറിയാൻ പാടില്ലായിരുന്നു. പക്ഷെ നടന്നത് തെറ്റാന്ന് അറിയായിരുന്നു. എങ്ങനെ അറിയാമായിരുന്നു? ബോഡി ഫെൽറ്റ് ഡിസ്കംഫർട്ട്. ബ്രെയിൻ കൺഫ്യൂസ്ഡ് യു. சித்தப்பா தானே, இட்ஸ் ஓகே, மடியில் உட்காந்துக்கோ, பரவாயில்ல, அம்மா சொல்லியிருக்காங்க, சித்தப்பா இஸ் அ குட் பர்சன், சித்தப்பா லவ்ஸ் யூ. Brain will still confuse you, but with the body will never confuse you. Listen to the body. Somatic awareness, bodily awareness ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ലൈഫിൽ റെഗുലേറ്റ് ചെയ്യും. നമുക്ക് ബോഡിയിൽ നിന്നും ഡിസ്കണക്ഷൻ വന്നതുകൊണ്ടാണ്, ഇതിനെ ഡിപ്പെൻഡ് ചെയ്ത് ജീവിക്കുന്നതുകൊണ്ടാണ് മാക്സിമം പ്രോബ്ലംസ്. സോ ബി എംബോഡീഡ്, ഗെറ്റ് ഇൻ ടു ദ ബോഡി. അതിന് നല്ലൊരു മാർഗ്ഗമാണ് ഈ ഇന്നെ കുറിച്ചുള്ള അവയർനെസ്സും. മാസ്കുലിൻ ഫെമിനിൻ എത്രത്തോളം എന്നിലുണ്ട്, ഞാൻ ഏത് മോഡിലോട്ടാണ് കൂടുതൽ ചായുന്നേ, ഞാൻ ഏതെങ്കിലും മോഡിൽ കൂടുതൽ പോയി നിൽക്കുന്നുണ്ടോ, ബാലൻസ് ഉണ്ടോ, എൻ്റെ നെർവസ് സിസ്റ്റം റെഗുലേറ്റഡ് ആണോ, എപ്പോഴും ഡിസ്റെഗുലേറ്റഡ് ആണോ, ഞാൻ ആകെ ഡൗൺ ആണോ, എനിക്ക് എനർജിയേ ഇല്ലേ ഇനിയിപ്പം. ചില പറയുന്ന ലൈഫ് ഭയങ്കര ബോറിങ്ങാ, സ്റ്റക്കാ ഫീലിംഗ്. വാട്ട് ആർ യു ഡൂയിങ് ആസ് എൻ എനർജി ഗിവിങ് ആക്ടിവിറ്റി എന്ന് ചോദിച്ചാൽ ഒന്നും പറയില്ല. അറ്റ് ദ സെയിം ടൈം അവരുടെ ലൈഫിൽ ഒത്തിരി എനർജി വാമ്പയേഴ്സ് ഉണ്ടാവും, എനർജി ഡ്രെയിനേഴ്സ് കുറേ പേരുണ്ടാവും. അപ്പോൾ അതിനെക്കുറിച്ച് അവയർനെസ്, എൻ്റെ ഒരു കമ്മ്യൂണിറ്റിയിൽ ഒരു കുട്ടി പറയാം, മാം ഇതിനെക്കുറിച്ച് ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് എനിക്ക് പറയാവുന്നത്, എൻ്റെ ഫ്രണ്ട് ഒരാൾ 2-3 days വൺസ് അവൾ എന്നെ വിളിച്ചിട്ട് 1 മണിക്കൂറോളം സംസാരിക്കും. അവളുടെ പ്രശ്നം മാത്രമേ സംസാരിക്കാറുള്ളൂ മാം. എൻ്റെ എന്തെങ്കിലും കാര്യം പറയാൻ തുടങ്ങുമ്പോൾ അവൾ പറയും, അത് പിള്ളേർ വന്നേ, ഞാൻ പോവാണേ എന്ന് പറഞ്ഞ് പോകും. അപ്പോൾ ആ 1 മണിക്കൂർ ഇരുന്ന് എൻ്റെ രക്തം കുടിച്ചിട്ട് എൻ്റെ എന്തെങ്കിലും കാര്യം, അപ്പം മാം എൻ്റെ നല്ല ഫ്രണ്ടാന്ന് ഞാൻ വിചാരിച്ചിരുന്ന ആളാണ് കേട്ടോ, ഇപ്പം എനിക്ക് മനസ്സിലായി, ഞാനിനി അവളുടെ ഫോൺ അങ്ങനെ എടുക്കുന്നില്ല. അവൻ്റെ ഫോൺ എടുക്കാതിരിക്കണ്ട, ബി മൈൻഡ്ഫുൾ അബൌട്ട് ഇറ്റ്. ടെൽ ഹർ സാറ്റർഡേ ആഫ്റ്റർനൂൺ 3 to 4 I have time. Let's have a nice conversation. Half an hour നീ നിൻ്റെ കാര്യം പറ, half an hour I have to talk about my issue. ആ സ്പേസ് ഇല്ലാത്ത ആൾ നിൻ്റെ ഫ്രണ്ട് അല്ല. When you are aware of these basic things, probably you will live your life more mindfully. Yeah, so safe space എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക? ഫസ്റ്റ് conversations. രണ്ടാമത് parents should model a safe space. This is a place where you can be yourself. Your productivity is not measured with what you do, or your worth is not measured with what you do. You're worthy. You're a good individual. നിനക്ക് നിൻ്റെ കാര്യങ്ങൾ നോക്കാനുള്ള കഴിവും കേപ്പബിലിറ്റി ഒക്കെ ഉണ്ട്. അമ്മ അച്ഛനെ നിന്നെ ജെൻറ്റലായിട്ട് ഗൈഡ് ചെയ്ത് തരും. പക്ഷേ ചില സ്ട്രോങ് ബൗണ്ടറീസ് ഒക്കെ ഉണ്ടാവും. വി കാൺ ബി യുവർ ഫ്രണ്ട്സ്, ബട്ട് വി ക്യാൻ ബി ഫ്രണ്ട്ലി വിത്ത് യു. ലെറ്റ്സ് കോ എക്സിസ്റ്റ്. യാ, ഒത്തിരി കാര്യങ്ങൾ പാരന്റിങ്ങിന്റെ വേറൊരു വശത്തിനെ പറ്റിയാണ് സംസാരിച്ചത്. ഒരുപാട് ഒരു സെൽഫ് അവയർനെസ് തരുന്നതിനെ പറ്റി ഒരുപാട് ഇൻസൈറ്റ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. താങ്ക് യു സോ മച്ച് ഫോർ ഇൻവൈറ്റിംഗ് മീ. ഐ ഹവ് ഓൾവേസ് ബിൻ എ ഫാൻ ഓഫ് യുവർ കോൺവെർസേഷൻസ്. നല്ല ടോപ്പിക്സ് ആണ്, നല്ല ഡീപ്പായിട്ടുള്ള കോൺവെർസേഷൻസ് ആണ്. ഓൾ ദി ബെസ്റ്റ്. ലെറ്റ് ദിസ് റീച്ച് ബിഗർ ഹൈറ്റ്സ്. Thank you so much for being part of this. Thank you so much.